വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. 1077/2026 എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഗ്രേഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ജൂനിയർ ക്ലർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോപ്പറേറ്റീവ് ലോയുടെ ക്വസ്റ്റ്യൻസാണ് വിശദമായിട്ട് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ, കോപ്പറേറ്റീവ് ലോ പഠിപ്പിക്കുന്ന പെയ്ഡ് ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കണ്ടൻറ്റിൻ്റെയും PDF നോട്ട്സ് ഫോൾഡർ വൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. 1077/2026 കേട്ടോ. സൂപ്പർ ഗ്രേഡിൻ്റെ എക്സാം ആയിരുന്നു. എക്സാം കണ്ടക്ട് ചെയ്ത ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ January 18 എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ, 2026. ഇപ്പോൾ കോപ്പറേറ്റീവ് ലോയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം. റിലേറ്റഡ് ഫാക്ട്സും കൂടി നോക്കിയിട്ട് വേണം പഠിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൂൾ 43B ഓഫ് KCS റൂൾസ് 1969 സ്പെസിഫൈഡ് അബൌട്ട്. റൂൾ 43B ഏതാണ്? ഹെഡിങ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. റൂൾ 40 പൊതുവേ റൂൾസിൻ്റെ അങ്ങനത്തെ ഹെഡ്ലൈൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ചില റൂൾസിൻ്റെ, അതായത് അവസാന ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. റൂൾ 43B എന്താണ് സ്പെസിഫൈ ചെയ്യുന്നതെന്ന്. റിസർവേഷൻ ഫോർ ഡെപ്പോസിറ്റ് മെമ്പർ, ഹാൻഡ്ലിംഗ് ഓവർ ചാർജ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ സൊസൈറ്റി. ഓപ്ഷൻ സി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഹാൻഡ്ലിംഗ് ഓവർ ചാർജ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രസിഡൻറ്റ് ഓർ വൈസ് പ്രസിഡൻറ്റ്, റിസർവേഷൻ ഫോർ കോപ്റ്റഡ് മെമ്പേഴ്സ്. ഇത്രയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 43B എന്താണ്? ഹാൻഡിങ് ഓവർ ചാർജ് ഹാൻഡിൽ ചെയ്യുക ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രസിഡൻറ്റ് ഓർ വൈസ് പ്രസിഡൻറ്റ്. അതായത് പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ അഭാവത്തിൽ എന്ത് ചെയ്യുക, അവരുടെ ചാർജ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? റൂൾ 43B പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ആ സെക്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. വെൻ ദ പ്രസിഡൻറ്റ് ഓഫ് എ സൊസൈറ്റി ഈസ് ഓൺ ലീവ്, പ്രസിഡൻറ്റ് ലീവാണ് അല്ലെങ്കിൽ ആബ്സെൻ്റ് ആണ് ഫോർ മോർ ദാൻ 15 days, അതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. എത്ര ദിവസം ലോങ് ആയിട്ട് ആവുമ്പോഴാണ്, കണ്ടിന്യൂസ്ലി ആവുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസിഡൻറ്റ് ഓഫ് സൊസൈറ്റി ഈസ് ലീവ് ഓർ ആബ്സെൻറ്റ് ഫോർ മോർ ദാൻ 15 days കണ്ടിന്യൂസ്ലി. അപ്പോൾ ആ ഒരു പോയിന്റ് പഠിക്കണം ഈ ഒരു ഭാഗത്ത്. ആൻഡ് ഹിസ് ചാർജ് ഈസ് നോട്ട് ഹാൻഡ് ഓവർ, അതുമുണ്ട്. നോർമലി എന്താണ്, ആൾ പോകുമ്പോൾ ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യും? വൈസ് പ്രസിഡൻറ്റിന് ചാർജ് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ പിന്നെ അവിടെ ആർക്കാണ് ചാർജ് എന്ന് നോക്കേണ്ട കാര്യമില്ല, വൈസ് പ്രസിഡൻറ്റ് തന്നെ ആയിരിക്കും അല്ലേ. ഇനി അങ്ങനെ ചാർജ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുമില്ല ആളാണെങ്കിൽ മോർ ദാൻ 15 days കണ്ടിന്യൂസ്ലി ആബ്സെൻറ്റുമാണ്. ഇറ്റ് ഷോൾ ബി ഡീംഡ് ടു ഹാവ് ബീൻ ഹാൻഡ് ഓവർ ടു ദ വൈസ് പ്രസിഡൻറ്റ്. ആൾ ചാർജ് ചെയ്തു കൊടുത്തില്ലെങ്കിലും എന്താണ്, ആൾ വൈസ് പ്രസിഡൻറ്റിന് തന്നെയാണ് ചാർജ് കിട്ടിയതായിട്ട് പരിഗണിക്കുക. ഓക്കെ, ആൾ ചാർജ് ഏൽപ്പിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും ആൾ സ്ഥലത്തില്ലെങ്കിൽ ആരാണ് ആ ഭരണം നടത്തുക? വൈസ് പ്രസിഡൻ്റാണ് നാച്ചുറലി അല്ലേ. ഇനി രണ്ടുപേരും ഇല്ലെങ്കിലോ? ആ കേസാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വെൻ ബോത്ത് പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ് ആർ ആബ്സെൻറ്റ് ഫോർ മോർ ദാൻ 15 days കണ്ടിന്യൂസ്ലി, ദ സെഡ് ചാർജ് ഷുഡ് ബി ഹാൻഡ് ഓവർ ടു എനി അതർ മെമ്പർ ഓഫ് ദ ഡയറക്ടർ ബോർഡ്. അപ്പോൾ അതും വേണമെങ്കിൽ ചോദിക്കാം, ആർക്കാണ് കൊടുക്കുക എന്നും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഡയറക്ടർ ബോർഡിൽ റെസല്യൂഷൻ പാസ്സാക്കണം കേട്ടോ. മീറ്റിങ്ങിൽ റെസല്യൂഷൻ പാസ്സാക്കിയിട്ട് ഏതെങ്കിലും ഒരു മെമ്പറിനെയാണ് അവർ സെലക്ട് ചെയ്ത് വെക്കുക. അദ്ദേഹമാണ് ഈ ഒരു ചാർജ് ഏറ്റെടുക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, വൈസ് പ്രസിഡൻറ്റ് നാച്ചുറലി, അതായത് പ്രസിഡൻറ്റ് ലീവാണ് എത്ര ദിവസത്തിനകം? 15 days കണ്ടിന്യൂസ്ലി, തുടർച്ചയായിട്ട് 15 ദിവസത്തിൽ കൂടുതൽ ലീവാണെങ്കിൽ ഇനിയിപ്പോൾ ചാർജ് ഏൽപ്പിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും വൈസ് പ്രസിഡൻറ്റിനാണ് ചാർജ് ഉണ്ടാവുക. ഇനി പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും തുടർച്ചയായിട്ട് ലീവാണെങ്കിലാണ് ഈ പറഞ്ഞ ചാർജ് ഒരു റെസല്യൂഷൻ പാസ്സാക്കി ഡയറക്ടർ ബോർഡിലെ ഒരു മെമ്പർക്കാണ് കൊടുക്കുക. എന്തിനായിരിക്കും ഇത് അല്ലേ? അവോയ്ഡിങ് എനി ഇൻ്ററപ്ഷൻ ഇൻ ദ ഡേ ടു ഡേ ഫങ്ഷനിങ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ഡേ ടു ഡേ ഫങ്ഷനിങ് തടസ്സം വരുത്താൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഒരാൾ എന്തായാലും വർക്ക് ചെയ്ത് പറ്റും. അതുകൊണ്ടാണ് ഒരു ഡയറക്ടർ ബോർഡിലെ ഒരു മെമ്പറിനെ റെസല്യൂഷൻ പാസ്സാക്കി ഡിസൈഡ് ചെയ്യുന്നത് മീറ്റിങ്ങിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ 2-3 പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 43B എന്താണെന്നും പഠിക്കുക. ഹാൻഡ്ലിംഗ് ഓവർ ചാർജ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഉത്തരം ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഏജ് ആയി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ ഏജുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ 187 മാത്രമല്ല 183 ആണ് നമ്മുടെ ഏജ് ലിമിറ്റുമായി പറയുന്നത്. നമുക്ക് നോക്കാം. ദ മാക്സിമം ഏജ് ലിമിറ്റ് ഫോർ അപ്പോയിൻമെൻറ്റ്സ് ഓഫ് എംപ്ലോയീസ് ഇൻ ദ അപ്പെക്സ് സൊസൈറ്റിയുടെ കാര്യം ഇവിടെ പറയുന്നത് ആസ് പെർ റൂൾ 187 ഓഫ് KCS റൂൾസ് 1969 ഷോൾ ബി.
എത്രയാണ് 50, 48, 45 നോ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആൻസർ പറയുന്നതിന് മുമ്പേ അത് എന്തുകൊണ്ടാണെന്ന് പഠിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ശരിക്കും റൂൾ 183 ഏജ് ലിമിറ്റ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? 187 ആണ്. 187 പറയുന്നത് വാക്കൻസീസ് ഇൻ അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റിയാണ്. അതായത് അപ്പെക്സ് സംഘങ്ങളിലും സെൻട്രൽ സംഘങ്ങളിലുമുള്ള വേക്കൻസീസിനെ കുറിച്ച് പറയുന്നതാണ് 187. അവിടെ എന്താണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. 187 എന്താണ് പ്രത്യേകം നോട്ട് ചെയ്യുക. റൂൾ 187 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്തൊക്കെ 186 പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പെക്സ് സൊസൈറ്റിയിലും സെൻട്രൽ സൊസൈറ്റിയിലും അപ്പോയിൻമെൻറ്റ്സ് നടത്തുമ്പോൾ 50% ഓഫ് ദ വാക്കൻസീസ് ഷോൾ ബി റിസർവ്ഡ് ഫോർ ദ എംപ്ലോയീസ് ഓഫ് സിമിലർ ഓർ ഹയർ കാറ്റഗറീസ് ഓഫ് ദ മെമ്പർ സൊസൈറ്റീസ് ഓഫ് ദ റെസ്പെക്റ്റീവ് അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി ആസ് ദ കേസ് മേ ബി. ഓക്കെ, അത് അപ്പെക്സ് ആവാം, സെൻട്രൽ ആവാം, ആരും ആവാം. 50% വേക്കൻസീസ് ആർക്ക് റിസർവ് ചെയ്ത് കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്? ഇതേ സിമിലർ ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഹയർ കാറ്റഗറിയിലോ അവർക്കൊരു മെമ്പർ സൊസൈറ്റീസ് ഉണ്ടാവുമല്ലോ അവർക്ക്. അപ്പോൾ സെൻട്രൽ ആണെങ്കിലും അപ്പെക്സ് ആണെങ്കിൽ അപ്പെക്സിൻ്റെ താഴെ മെമ്പർ സൊസൈറ്റീസ് ഉണ്ടായിരിക്കും. ഇനി സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ അവർക്ക് താഴെ മെമ്പർ സൊസൈറ്റീസ് ഉണ്ടായിരിക്കും. അവരിലെ എംപ്ലോയീസിന് എന്തു വേണം? എംപ്ലോയീസിന് 50% വാക്കൻസീസ് റിസർവ് ചെയ്തിരിക്കണം എന്ന് പറയുന്നതാണ് റൂൾ 187 കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം നോക്കണം. അവർക്ക് റെഗുലർ സർവീസ് ഓഫ് 3 years അങ്ങനൊരു ക്വസ്റ്റ്യനും വേണമെങ്കിൽ വരാം. 3 വർഷം മിനിമം റെഗുലർ സർവീസ് ഉള്ളവരെ മാത്രമേ ഇതിലേക്ക് പരിഗണിക്കൂ. കൂടാതെ അവർക്ക് റിക്വയർഡ് ക്വാളിഫിക്കേഷനും വേണം അല്ലേ. ഇപ്പം നമ്മുടെ ജൂനിയർ ക്ലർക്ക് പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമല്ലേ ആ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ. അപ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ അപ്പെക്സിൽ ഇപ്പോൾ ഒഴിവ് വരുമ്പം നമ്മളൊരു ബാങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 3 വർഷം റെഗുലർ സർവീസ് ഉണ്ട്, നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ 50% വാക്കൻസീസ് നമുക്ക് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ താഴെയുള്ള ഒരു ബാങ്കിൽ നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും അപ്പെക്സിലും സെൻട്രലിലേക്കും പോവാൻ നമുക്ക് എന്ത് ചെയ്യും? സർവീസ് ടെസ്റ്റുകളുണ്ട്, അങ്ങനെ പോവാനും കഴിയും. ഓക്കെ, 50% വാക്കൻസീസ് അവിടെ നമുക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് ഈ റൂൾ 187 എന്ന് പറഞ്ഞാൽ. അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ 187 ഏജിനെ കുറിച്ച് പറയുന്നില്ല. ഏജിനെ കുറിച്ച് പറയുന്നത് എന്താണ്? 183 പറയുന്നത് കേട്ടോ, 183. അപ്പോൾ കുറച്ചധികം പല ആൾക്കാരുടെ ഏജിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പരന്ന് കിടക്കുന്ന കാരണം നമുക്ക് ചിലപ്പോൾ അത്ര വായിച്ചാൽ മനസ്സിലായി. നമുക്ക് പോയിൻ്റ് വൈസ് ആയിട്ട് പഠിക്കാം. ഇത് ജസ്റ്റ് വായിച്ചതിന് ശേഷം നമുക്ക് പോയിൻ്റായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുന്നവരാണെങ്കിൽ നോട്ട് എഴുതിയെടുക്കുക. അല്ല നമ്മുടെ ഗ്രൂപ്പിൽ പെയ്ഡ് ഗ്രൂപ്പിലെ കുട്ടികളാണെങ്കിൽ നമ്മൾ ഈ കണ്ടൻറ്റ് അവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾ വായിച്ച് പഠിക്കുക. നിങ്ങൾ കോപ്പറേറ്റീവിലോടെ ഗ്രൂപ്പിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാവും. എ കാൻഡിഡേറ്റ് ഫോർ അപ്പോയിൻമെൻറ്റ് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിന് നിർബന്ധമായും 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഓക്കെ, 40 വയസ്സ് കഴിയാനും പാടില്ല. ഓക്കെ, ഫസ്റ്റ് ഡേ ഓഫ് ജാനുവരിയിൽ 40 കഴിയാൻ പാടില്ല. 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ പറ്റും. അവിടെ എന്തുണ്ട്? ചില ആൾക്കാർക്ക് റിസർവേഷൻ ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് കേട്ടോ. ജനറൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യമാണ്. ജനറൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ 18 to 40 പറയുന്ന ഏജ് ബാർ. ഓക്കെ, അത് മനസ്സിലാക്കാം. ഇനി അപ്പർ ഏജ് ലിമിറ്റ് ഷോൾ ബി റേസ്ഡ് ബൈ 5 years. ആരുടെ കേസിലാണ്? SC/ST കേസിലാണ് കേട്ടോ. അപ്പോൾ SC/STക്ക് 5 വർഷം ഇളവ് ഉണ്ട്. അതായത് നോർമൽ 40 ആണെങ്കിൽ 5 വർഷം കൂടുതൽ ഇളവെന്ന് പറയുമ്പം SC/ST എത്രയായി? 45 വയസ്സാണ് അവരുടെ. ഇനി അഡൾട്ട് മെമ്പർ ഓഫ് സച്ച് കാസ്റ്റ് ട്രൈബ്, അവരുടെ ചിൽഡ്രൻ അല്ലെങ്കിൽ മറ്റു വല്ല റിലീജിയൻസിക്കൊക്കെ മാറിയ ആൾക്കാരുണ്ടായിരിക്കാം. പിന്നെ OBC ഉണ്ടായിരിക്കാം. അവർക്ക് 3 വർഷമാണ് കേട്ടോ. അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിനും ഈ ജാതി മാറുക അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ സംഭവിച്ചവർക്കും 3 വർഷം ഇളവുണ്ട്. അപ്പോൾ അവർക്ക് 43 വയസ്സാണ് മാക്സിമം പറയുന്നത്. അപ്പോൾ ജനറൽ ആണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കേസാണ് പറയുന്നത്. ജനറൽ ആണെങ്കിൽ എങ്ങനെയാണ് പറയാം? 40 18 to 40 പറയുന്നത് കേട്ടോ. 18 വയസ്സും 40 വയസ്സുമാണ് പറയുന്നത്. അത് കഴിഞ്ഞ്, അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിന് 18 വയസ്സ് നിർബന്ധം കഴിഞ്ഞുണ്ടാവണം. പിന്നെ ക്വാളിഫിക്കേഷൻസൊക്കെ വേണം കേട്ടോ. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ക്വാളിഫിക്കേഷൻസ് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് വേണം. അത് 18 വയസ്സ് കിട്ടുമെന്ന് ചോദിച്ചാൽ 18 to 40 എന്ന് പറയുന്നത് ആ ഒരു ഏജ് ബാറാണ് പറയുന്നത് കേട്ടോ. ക്വാളിഫിക്കേഷൻസ് മസ്റ്റായിട്ട് നമ്മൾ ആവശ്യം നേടിയിരിക്കണം. 5 വർഷം കൂടുതൽ പറയുന്നത് SC/STക്കാണ്. അപ്പോൾ അവർക്ക് 45. OBCയും അതുപോലെ ജാതി മാറി അങ്ങനത്തെ
അഡൽട്ട് മെമ്പർ ജാതി മാറി നമ്മുടെ ജാതി മാറുന്ന ആ ഒരു കേസൊക്കെ ആണെങ്കിലും അവർക്കും 43 പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലായി. പിന്നെ എക്സ് സർവീസ്മാൻ്റെ കേസിലാണെങ്കിലും 3 വർഷം ഇളവുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും എന്താണ് 43 എക്സ് സർവീസ്മാൻ. ഓക്കെ, എക്സ് സർവീസ്മാൻ ആണെങ്കിലും കേട്ടോ, അവരുടെ അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് അതർ സൊസൈറ്റീസ് ഹാവിങ് 1 or more districts ആസ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അവരുടെ മാക്സിമം ഏജ് ലിമിറ്റ് ഷോൾ ബി 50 years ആണ് കേട്ടോ, 50 വയസ്സാണ്. അതാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് അതർ സൊസൈറ്റീസ്, അവിടെയാണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി ഉള്ളത്. അത് 50 വയസ്സാണ് കേട്ടോ. അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് അതർ സൊസൈറ്റീസ് ഹാവിങ് 1 or more districts ആസ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉള്ളവർ എന്താണ് ഏജ് ലിമിറ്റ് ഷോൾ ബി 50 years ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ഇതോട് നോട്ട് നോക്കണം. ഹു ആർ ദ എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ അപ്പോയിൻമെൻറ്റ് ഇൻ ദ അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് അതർ സൊസൈറ്റീസിലേക്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏജ് ബാർ വരുന്നത് എത്രയാണ്? 50 വയസ്സാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? മാക്സിമം ഏജ് ലിമിറ്റ് 50 അപ്പെക്സിലത്തെ പറയുമ്പോൾ ഇവിടെ 50 years ആണ് പറയുന്നത് കേട്ടോ. സോ ഒന്ന് നോട്ട് ചെയ്യാം. എക്സ് സർവീസ്മാൻ പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ആപ്ലിക്കൻസ് who are employees of cooperative societies for appointment in the apex societies and other societies having 1 or more districts as area of operation, the maximum age limit shall be 50 years. Okay. ഇനി പറഞ്ഞിട്ടുണ്ട് സബ് റൂൾ 3ലും 4ലും 185 സബ് റൂൾ 3ലും 4ലും പറഞ്ഞിട്ടുള്ളവരുടെ മാക്സിമം ഏജ് ലിമിറ്റ് 45 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സബ് റൂൾ 185 പറഞ്ഞിട്ടുള്ളവരുടെ ഏജ് ലിമിറ്റ് എത്രയാണെന്നാണ് പറഞ്ഞത്? 45 ആണെന്ന്. ഈ സബ് റൂൾ 3യും 4ലും ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 185 കേട്ടോ. 185 സബ് റൂൾ 3യും 4ലും ആരെക്കുറിച്ചാണ് പറയുന്നത് വെച്ചാൽ 3ൽ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും അതുപോലെ റീജിയണൽ മാനേജറുമാണ് കേസ് കാർഡ് ബാങ്കിൽ കേട്ടോ. അവരുടെ മാക്സിമം ഏജ് ലിമിറ്റാണ് 45 വയസ്സെന്ന് പറഞ്ഞത്. കേസ് കാർഡ് ബാങ്കിലുള്ള ആൾക്കാരുടെയാണ് പറയുന്നത് കേട്ടോ. കേസ് കാർഡ് ബാങ്കിൽ ഡയറക്ടർ അത് അവർക്കുള്ള, അതായത് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ പോസ്റ്റും റീജിയണൽ മാനേജറിൻ്റെയും മാക്സിമം ഏജാണ് പറയുന്നത് 45 എന്ന് പറയുന്നത്. സോ അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു 3യുമായി സബ് റൂൾ 3യിൽ ഒമിറ്റ് ചെയ്ത കാര്യമാണ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഓഫ് കേരള കോപ്പറേറ്റീവ്, നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടല്ലോ, കേരള ബാങ്ക് എന്ന് പറയണത്. കേരള ബാങ്കിൻ്റെ പേരിന് മുമ്പേ പണ്ട് ഇതായിരുന്നില്ലേ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും അതുപോലെ DCBയുടെയും ഡെപ്യൂട്ടി ജനറൽ മാനേജറും അന്നുണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു. അവർക്ക് 45 വയസ്സായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഒമിറ്റ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ വല്ല ഓപ്ഷനിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് വേണ്ട വെച്ച് പറഞ്ഞതാണ്, ഒമിറ്റ് ചെയ്തതും കൂടി. ഇനി 4 സബ് ക്ലോസ് 4 185 4 പറയുന്നത് GM ആണ്. GMനെ കുറിച്ചാണ്. കേസ് കാർഡ് ബാങ്കിലെ GMനും എത്ര ഇതാണ്? 183 പ്രകാരം 45 വയസ്സാണ് പറയുന്നത്. അവിടെ ഒമിറ്റ് ചെയ്തിട്ടുണ്ട് ആരുടെ? GMനെ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് DCBയുടെ GMനെ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. ഒമിറ്റ് ചെയ്തും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മുടെ ലോയിൽ ഒമിറ്റഡ് എന്ന് പറഞ്ഞ് കാണാം കേട്ടോ. അപ്പോൾ ഇവരെയാണ് ഒമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും റീജിയണൽ മാനേജർ ഓഫ് കേസ് കാർഡ് ബാങ്കിൻ്റെ ഏജ് മാക്സിമം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 45 വയസ്സാണ്. അതുപോലെ തന്നെയാണ് ആരുടെ? GM, കേസ് കാർഡ് ബാങ്കിൻ്റെ GMനും 45 വയസ്സാണ് മാക്സിമം വേണ്ടത്. പേജ് കാണുന്നുണ്ട്. ചിലപ്പോൾ അടുത്ത എക്സാമിന് ഈ വല്ല ഏജുകളാവും നമുക്ക് ചോദിക്കാം. ഇനി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ് ആണെങ്കിൽ അവർക്ക് ഏജ് ലിമിറ്റ് 10 വയസ്സ് കൂടുതലാണ് കേട്ടോ. നോർമൽ ഉള്ളതിൽ നിന്നും നോർമൽ 40 10 വയസ്സ് കൂടുതൽ അപ്ലൈ ചെയ്യാം. അതുപോലെ വിഡോസ് ആണെങ്കിൽ അപ്പർ ഏജ് ലിമിറ്റ് 5 വയസ്സ് ഇളവുണ്ട് കേട്ടോ. വിഡോസ് ആണെങ്കിൽ എങ്ങനെയാണ്? 5 വയസ്സ്. അപ്പോൾ 45 വയസ്സ് വരെ എക്സാം എഴുതും, അല്ലെങ്കിൽ സർവീസിൽ തുടരാൻ ചെയ്യാം. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയവർക്ക് നോർമലി 40 ആയ കാരണം 10 കൂടുമ്പം 50 വയസ്സ് വരെ അവർക്ക് എഴുതാം കേട്ടോ. എക്സാം എഴുതി സർവീസിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ മാക്സിമം അവർക്ക് അത്രയും വർഷമുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഇനി ഒരു എംപ്ലോയിക്കും കണ്ടിൻജൻറ്റ് എംപ്ലോയീസ് ഉണ്ട് കേട്ടോ. ഈ പാർട്ട് ടൈം കണ്ടിൻജൻറ്റ് എംപ്ലോയീസിനാണെങ്കിൽ പാർട്ട് ടൈം കണ്ടിൻജൻറ്റ് എംപ്ലോയീസിന് എത്ര? 58 വയസ്സാണ് നോർമലി നമുക്ക് ലാസ്റ്റ് ഡേറ്റ് സർവീസിലിരിക്കാൻ പറ്റുന്ന, എലിജിബിൾ ടു കണ്ടിന്യൂ ഇൻ ദ സർവീസ് ഓഫ് എ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാളാണ് എലിജിബിൾ ടു കണ്ടിന്യൂ? എത്ര നാൾ സർവീസിൽ തുടരാം? ഏത് വയസ്സാകുമ്പോൾ നമ്മൾ റിട്ടയർ ആവണം? 58 വയസ്സാണ്. പക്ഷേ പാർട്ട് ടൈം കണ്ടിൻജൻറ്റ് എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് 70 വയസ്സ് വരെ ആവാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ, ചിലപ്പോൾ ചോദിച്ചാലോ. അപ്പോൾ നമുക്ക് വയസ്സുകൾ ഒന്നുകൂടി നോക്കാം കേട്ടോ.
സെൻട്രൽ സൊസൈറ്റിയിലും അപ്പെക്സ് സൊസൈറ്റിയിലും മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത് 50 ആണ്. പിന്നെ അതായത് ഈ 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതാണെന്ന് പ്രത്യേകം പറയണം. റൂൾ 187 പ്രകാരമാണ്. ഈ 187 പറയുന്നത് നോർമൽ കേസിൽ എക്സാം എഴുതി കയറുന്ന കേസല്ല. അവർ റിസർവ് ചെയ്തതാണ്. അതായത് ഓൾറെഡി ഉള്ള എംപ്ലോയീസിൽ നിന്നും നമ്മളിപ്പോൾ ഓൾറെഡി ജോലി കിട്ടിയതാണ് അവർക്ക്, അല്ലെങ്കിൽ ജോലിയിൽ ഇരിക്കുന്നവരാണ്. അവരാണ് 3 വർഷം സർവീസ് കഴിഞ്ഞിട്ട് അവർക്ക് എവിടെ അപ്പെക്സിലേക്ക് വരാനുള്ള മാക്സിമം ഏജ് ആണ് 50 വയസ്സ് വരെ അവർക്ക് വരാം. ഓക്കെ, 50 വയസ്സ് വരെ അവർക്ക് അതിനുള്ളൊരു ഒരു കൊടുക്കുന്നുണ്ട്. 50 വയസ്സ് വരെ ആ സർവീസിൽ നിന്ന് അവിടെ നിന്ന് കയറി എവിടെ എത്താം, അപ്പെക്സിലെത്താം എന്നാണ് പറയുന്നത്. അതിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റാണെന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എക്സാം എഴുതാൻ അതല്ല പറയുന്നത്, സർവീസിലിരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. അതാണ് 187 അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. കാരണം അപ്പെക്സ് സൊസൈറ്റിയിലും സെൻട്രൽ സൊസൈറ്റിയിലും വാക്കൻസികൾ പിന്നെ ഈ പറയുന്നത് റിസർവ് പറയുന്നത് 187 അപ്പോൾ അവിടുത്തെ ഏജ് ബാറാണ് ഈ 50 ഇയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ നമ്മൾ നോർമലി പഠിക്കുന്നത് 18 to 40 പഠിക്കാം, SC/STക്ക് 45 പഠിക്കുക, OBCക്ക് 43 പഠിക്കുക, പിന്നെ ജാതി മാറുന്ന അവർക്കും 43 പഠിക്കുക. പിന്നെന്താ, എക്സ് സർവീസ് മാനും എത്ര വർഷം ഇളവുള്ളത്, 3 വർഷം 43 പഠിക്കുക. ഇനി പിന്നെ പഠിക്കേണ്ടത് മാക്സിമം ഏജ് ലിമിറ്റ് ആരുടെ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും റീജിയണൽ മാനേജറും ആണെങ്കിൽ 45, കേസ് കാർഡ് ബാങ്കിലെ GM 45, പിന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആൾക്കാർക്ക് 50, വിഡോസ് ആണെങ്കിൽ എത്രയാണ് 45 കേട്ടോ. ഇതങ്ങനെ തന്നെ കോളം വരച്ച് പഠിച്ചു വെക്കണം. പിന്നെ എത്ര നാൾ കണ്ടിന്യൂ ഇൻ സർവീസ്, എലിജിബിൾ ടു കണ്ടിന്യൂ ഇൻ ദ സർവീസ് എന്ന് ചോദിച്ചാൽ 58 വയസ്സ് വരെ. പാർട്ട് ടൈം കണ്ടിൻജൻറ്റ് എംപ്ലോയീസ് ആണെങ്കിൽ എത്ര വയസ്സ്, 70 വയസ്സ് വരെ കേട്ടോ. അപ്പോൾ ക്ലിയർ ആയി ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കണോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മുടെ ലിക്വിഡേറ്ററിൻ്റെ ക്വസ്റ്റ്യനാണ്. ദ ലിക്വിഡേറ്റർ ഷോൾ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിത്തിൻ എ പീരിയഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് എത്ര നാൾക്കകം അദ്ദേഹം വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 73 പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ. ലിക്വിഡേറ്റർ 72 പറയുന്നത്. RCS ആണ് നിയമിക്കുന്നത്, അവരുടെ പേ സ്കെയിലൊക്കെ തീരുമാനിക്കുന്നത് RCS തന്നെയാണ്. 72 ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. 73 പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പവേഴ്സ് ഓഫ് ലിക്വിഡേറ്ററിൽ പ്രത്യേകം നമ്മൾ ഈ ഒരു 2A ഈ ഒരു കാര്യം പറയുന്നത്. 2A അമെൻമെൻറ്റ് വന്ന ഭാഗമാണ്. ദ ലിക്വിഡേറ്റർ ഷോൾ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിത്തിൻ എ പീരിയഡ് ഓഫ് 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ് അണ്ടർ സബ്സെക്ഷൻ 1 സെക്ഷൻ 72(1). ഓക്കെ, അപ്പോൾ എത്ര വർഷമാണ്, 2 വർഷം. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്, 2 വർഷം. 2 വർഷത്തിനകം വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്ത് ലിക്വിഡേറ്റർ എന്ത് ചെയ്യണം, വൈൻഡിങ് അപ്പ് ക്ലോസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളൊന്ന് നോക്കാം കേട്ടോ. ഈ ഒരു 2 പീരിയഡ്, കമ്പ്യൂട്ടിംഗ് ദ പീരിയഡ് ഓഫ് 2 years, ദ പീരിയഡ് ഡ്യൂറിംഗ് വിച്ച് ആൻ അപ്പീൽ ഇഫ് എനി പ്രിഫേർഡ് അഗെയിൻസ്റ്റ് ആൻ ഓർഡർ ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി അണ്ടർ സെക്ഷൻ 71 ഈസ് പെൻഡിങ് ഷോൾ ബി എക്സ്ക്ലൂഡഡ്. അതായത് എന്തെങ്കിലും അപ്പീൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പീരിയഡ് ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്യൂ കേട്ടോ. അപ്പീലിൻ്റെ കാലാവധി അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യുന്നതാണ്. പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് കനോട്ട് ബി കംപ്ലീറ്റഡ് വിത്തിൻ 2 years കംപ്ലീറ്റ് ചെയ്തില്ല, വല്ല അപ്പീലൊക്കെ ഉണ്ട്, 2 years കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ അണ്ടർ സബ്സെക്ഷൻ 1 സെക്ഷൻ 72(1) പ്രകാരം ലിക്വിഡേറ്റർ ഷോൾ സബ്മിറ്റ് എ റിപ്പോർട്ട് ടു ഗവൺമെൻറ് ത്രൂ ദ രജിസ്ട്രാർ സ്റ്റേറ്റിംഗ് ദ എന്തുകൊണ്ട് ഈ ഒരു പ്രൊസീജ്വൽ കൺസ്ട്രെയിൻസ് എന്തുകൊണ്ട് സംഭവിച്ചു, വിച്ച് പ്രിവെൻറ്റ് സ്കീം എന്താണ് അദ്ദേഹത്തിനെ അതിൽ നിന്ന് തടഞ്ഞത് ഫ്രം കംപ്ലീറ്റിംഗ് ദ പ്രൊസീഡിങ്സ്, ആൻഡ് ഇൻ സച്ച് കേസസ് ഇഷ്യൂ ദ ഫൈനൽ ഓർഡർ വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ഗവൺമെൻറ് വിത്തിൻ ദ ടൈം സ്റ്റിപ്പുലേറ്റഡ് ബൈ ദ ഗവൺമെൻറ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഗവൺമെൻറ് പറയുന്ന കറക്റ്റ് സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഫൈനൽ ഓർഡർ പുറപ്പെടുവിക്കണം എന്നാണ് പറയുന്നത്. ഇനി അങ്ങനത്തെ എക്സ്റ്റൻഷൻ കൊടുക്കാൻ പറ്റും. എക്സ്റ്റൻഷൻ കൊടുത്താൽ തന്നെ അത് ഷാൾ നോട്ട് എക്സീഡ് എ പീരിയഡ് ഓഫ് 1 year. അപ്പോൾ എക്സ്റ്റൻഷൻ പീരിയഡ് പഠിക്കേണ്ടത് ലിക്വിഡേഷൻ പർപ്പസിന് 1 year ആണ്, ഒറിജിനൽ 2 year. രണ്ടും എക്സ്റ്റൻഷൻ വേറെ തന്നെ പഠിക്കണം. എക്സ്റ്റൻഷൻ പീരിയഡ് 1 year ആണ് കൊടുക്കുക, മറ്റേത് 2 year ആണ്. കംപ്ലീറ്റ് ചെയ്യേണ്ടത് 2 yearനുള്ളിലാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലാണ് 1 year എക്സ്റ്റൻഷൻ കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഈ ലിക്വിഡേറ്റർ ആർക്കാണ് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഗവൺമെൻറ്റിലൂടെ രജിസ്ട്രാർക്കാണ്. അതായത് രജിസ്ട്രാർ അറിയണം
ഗവൺമെൻറ് ത്രൂ ദ രജിസ്ട്രാറിലൂടെ ഗവൺമെൻറ്റിനാണ് കൊടുക്കേണ്ടത്. രജിസ്ട്രാർ അറിയാതെ കൊടുക്കാൻ പാടില്ല. ആദ്യം സമർപ്പിക്കുക രജിസ്ട്രാറിനാണ്. രജിസ്ട്രാറിലൂടെ വേണം ഗവൺമെൻറ്റിനെ സമീപിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഗവൺമെൻറ്റാണ് ഫൈനൽ ഓർഡറിനുള്ള സമയപരിധി നീട്ടിക്കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് വെൻ ദ അഫയേഴ്സ് ഓഫ് എ സൊസൈറ്റി ഹാവ് ബീൻ വൗണ്ട് അപ്പ് ദ ലിക്വിഡേറ്റർ ഷോൾ മേക്ക് റിപ്പോർട്ട് ടു രജിസ്ട്രാർ ആൻഡ് ഡെപ്പോസിറ്റ് ദ റെക്കോർഡ്സ് ഓഫ് സൊസൈറ്റി. അത് കഴിഞ്ഞ് വൗണ്ട് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡേറ്റർ ആരെ റിപ്പോർട്ട് ചെയ്യണം? രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള റെക്കോർഡ്സ്, അവരുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ആരാണ്? രജിസ്ട്രാറാണ് കേട്ടോ. ഏത് ഓഫീസിലാണ് സമർപ്പിച്ച് വെക്കേണ്ടത് അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിർദ്ദേശം കൊടുക്കുന്നത് രജിസ്ട്രാറാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ 2 വർഷമാണ് കേട്ടോ, പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The election fees to be remitted by State Cooperative Union for the election of മാനേജിംഗ് കമ്മിറ്റി യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരടയ്ക്കുന്ന ഫീസുകളെ കുറിച്ചാണ് പറയുന്നത്. 35E പറയുന്നത് കേട്ടോ. റൂൾ 35E പ്രൊസീജിയർ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഫീസ് പറയുന്നത്. ഏതാണ്? റൂൾ 35E. റൂൾ 35E ആണ് പ്രൊസീജിയർ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഫീസ്. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് യൂണിയൻ, പണ്ടുണ്ടായിരുന്നില്ല, യൂണിയനെ ഇപ്പോൾ കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ യൂണിയൻ എലക്ഷൻ ഗവൺമെൻറ്റിന് സെപ്പറേറ്റ്ലി ഫോർ കണ്ടക്ടിങ് എലക്ഷൻ ടു മാനേജിംഗ് കമ്മിറ്റി ആൻഡ് ടു RGBയിലേക്ക് ഉണ്ടെങ്കിലും എന്താണ്? ഫീസ് അടയ്ക്കണം കേട്ടോ. അപ്പെക്സ് സൊസൈറ്റിയും അതുപോലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമാണെങ്കിൽ 7500 അടയ്ക്കണം. സെൻട്രൽ ആൻഡ് ഫെഡറൽ ആണെങ്കിൽ 4500. ക്രെഡിറ്റ് സൊസൈറ്റീസും ഹൗസിംഗ് സൊസൈറ്റീസും 3000. അതർ സൊസൈറ്റീസും CCUസും 1500. ഫോളോയിങ് ക്ലാസ്സസ്, കുറച്ച് പേർക്ക് എക്സംഷനും ഉണ്ട്. ആർക്കൊക്കെയാണ് എക്സംഷൻ? എല്ലാ പ്രൈമറി സൊസൈറ്റീസും, അവർ SC STക്കാണ് മെജോറിറ്റി മെമ്പേഴ്സ് ഉള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും വെൽഫെയറിന് വേണ്ടി, ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺസിന് വെൽഫെയറിന് വേണ്ടി ഉണ്ടാക്കിയ പ്രൈമറി സംഘങ്ങളാണെങ്കിൽ അവർക്ക് എന്തടയ്ക്കേണ്ട? എലക്ഷൻ അടയ്ക്കേണ്ട, എലക്ഷൻ്റെ ഫീസ് അടയ്ക്കേണ്ട. സ്കൂൾ സൊസൈറ്റീസ് അടയ്ക്കേണ്ട. ആദ്യത്തെ എലക്ഷൻ എനി സൊസൈറ്റി ഫോർ ദ ഫസ്റ്റ് എലക്ഷനും അടയ്ക്കേണ്ട. ഈ 3 കൂട്ടർക്കാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? എക്സംഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്രൊസീജിയർ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഫീസ് 35E ആണ്. അപ്പെക്സ് സൊസൈറ്റിക്കും SCUവിനും 7500 അടയ്ക്കുക. സെൻട്രൽ ഓർ ഫെഡറൽ, സെൻട്രൽ ആൻഡ് ഫെഡറലിന് 4500, സെൻട്രൽ ആൻഡ് ഫെഡറലിന് 4500. അപ്പെക്സ് സൊസൈറ്റീസിനും SCUവിനും 7500 അടയ്ക്കുക. സെൻട്രൽ ആൻഡ് ഫെഡറലിന് 4500 അടയ്ക്കുക. ക്രെഡിറ്റിനും ഹൗസിങ്ങിനും 3000 അടയ്ക്കുക. ക്രെഡിറ്റിനും ഹൗസിങ്ങിനും 3000 അടയ്ക്കുക. മറ്റ് സൊസൈറ്റികൾക്കും സർക്കിൾ കോപ്പറേറ്റീവിനും കേട്ടോ. ക്രെഡിറ്റ് അല്ലാതെ ഇപ്പോൾ കൺസ്യൂമർ ചോദിച്ചാൽ 1500 കേട്ടോ. മറ്റ് CCUവിനും 1500 കേട്ടോ. അങ്ങനെ മറ്റ് സൊസൈറ്റികളും CCUമാണെങ്കിൽ 1500 അടയ്ക്കുക. പിന്നെ എല്ലാ പ്രൈമറി സൊസൈറ്റികളും SC STക്ക് വേണ്ടിയുള്ള പ്രൈമറി സൊസൈറ്റികളും ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺസിന് വേണ്ടിയുള്ളതും എക്സംപ്റ്റഡ് ആണ്. സ്കൂൾ സൊസൈറ്റീസ് എക്സംപ്റ്റഡ് ആണ്. എനി സൊസൈറ്റി ഫോർ ദ ഫസ്റ്റ് എലക്ഷൻ എക്സംപ്റ്റഡ് ഫോർ ദിസ് പേയ്മെൻറ്റ് ഓഫ് എലക്ഷൻ ഫീസ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? SCU അല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 7500 ആണ് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ നോമിനേറ്റഡ് കമ്മിറ്റി മെമ്പറിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പെക്സ് സൊസൈറ്റി മേ ടെൻഡർ ഹിസ് റെസിഗ്നേഷൻ. ആളുടെ റെസിഗ്നേഷൻ ആർക്കാണ് കൊടുക്കുക എന്നാണ് കേട്ടോ. ഈ നോമിനേറ്റഡ് കമ്മിറ്റി മെമ്പർ ആകുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും. നോമിനേറ്റഡ് ആണോ, നോമിനേറ്റഡ് അതോറിറ്റിക്കാണോ കൊടുക്കുക അല്ലേ? നോമിനേറ്റഡ് കമ്മിറ്റി മെമ്പർ ആകുമ്പം നോമിനേറ്റഡ് കമ്മിറ്റി മെമ്പർക്കാണോ കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ അതോറിറ്റിക്കാണോ കൊടുക്കുക? അങ്ങനെയല്ല, പ്രസിഡൻറ്റിന് തന്നെയാണ് കൊടുക്കുക കേട്ടോ. അത് നമുക്ക് പറയുന്നത് റൂൾ 38 പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മിറ്റി റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ഫ്രം മെമ്പർഷിപ്പ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിൽ സബ് റൂൾ 3 പറയുന്നുണ്ട്, എനി മെമ്പർ ഓഫ് എ കമ്മിറ്റി വെദർ എലക്റ്റഡ് ഓർ നോമിനേറ്റഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെദർ എലക്റ്റഡ് ഓർ നോമിനേറ്റഡ്. അപ്പോൾ എലക്റ്റഡ് ആണെങ്കിലും റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് പ്രസിഡൻറ്റിനാണ്. പിന്നെ നോമിനേറ്റഡ് ആണെങ്കിലും പ്രസിഡൻറ്റിന് തന്നെയാണ്. ടെൻഡർ ഹിസ് റെസിഗ്നേഷൻ ടു പ്രസിഡൻറ്റ് ഓഫ് ദ കമ്മിറ്റി. ദെൻ പ്രസിഡൻ്റ് ആണ് ഈ റെസിഗ്നേഷൻ സ്വീകരിച്ചതിന് ശേഷം ഷോൾ വിത്തിൻ 7 days. ആ 7 daysഉം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കിട്ടി 7 ദിവസത്തിനകം എവിടെ സമർപ്പിക്കും? എലക്റ്റഡ് ആണെങ്കിൽ അവർ കമ്മിറ്റി മുമ്പാകെ സമർപ്പിക്കും അല്ലേ, എലക്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ.
അല്ലെങ്കിൽ അവരുടെ അതോറിറ്റിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ആരാണോ അവരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇഫ് ഹീസ് എ നോമിനി ആണെങ്കിൽ ആൾക്കൊരു നോമിനേറ്റിംഗ് അതോറിറ്റി ഉണ്ടായിരിക്കും, അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോഴേ ഈ റെസിഗ്നേഷൻ ഷോൾ ഹാവ് എഫക്റ്റ് ഓൺലി ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ആക്സെപ്റ്റൻസ് ബൈ ദ കമ്മിറ്റി സ്വീകരിക്കണം, അല്ലെങ്കിൽ നോമിനേറ്റഡ് അതോറിറ്റി സ്വീകരിക്കണം. അപ്പം മാത്രമേ ഈ റെസിഗ്നേഷൻ ഷോൾ ഹാവ് എഫക്റ്റ്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാം, എപ്പോഴാണ് ഈ ഒരു റെസിഗ്നേഷന് ഷോൾ ഹാവ് എഫക്റ്റ് വരിക? ഓൺലി ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ആക്സെപ്റ്റൻസ് ബൈ ദ കമ്മിറ്റി അല്ലെങ്കിൽ ഓർ ദ അതോറിറ്റി ഹൂ നോമിനേറ്റഡ് ദ മെമ്പർ കൺസേൺഡ് ആസ് ദ കേസ് മേ ബി. അപ്പോഴാണ് ദിസ് ഫാക്ട് ഓഫ് ഇറ്റ്സ് ആക്സെപ്റ്റൻസ് ഓർ അതർവൈസ് ഷോൾ ഓൾസോ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ മെമ്പർ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്സെപ്റ്റൻസിൻ്റെ വിവരങ്ങളും ഫാക്റ്റും ഈ ഒരു മെമ്പറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇൻ ദ കേസ് ഓഫ് നോമിനീസ് ദ ഫാക്ട് ഓഫ് ആക്സെപ്റ്റൻസ് ഓർ അതർവൈസ് ഷോൾ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ സൊസൈറ്റി ആൾസോ. അതായത് നോമിനിയുടെ കേസ് ആണെങ്കിൽ ഈ ആക്സെപ്റ്റൻസുമായി ബന്ധപ്പെട്ടത് സൊസൈറ്റീനെ കൂടി അറിയിക്കണം. സോ അതും നോട്ട് ചെയ്യണം കേട്ടോ, സൊസൈറ്റീനെ കൂടി അറിയിക്കണം. നോമിനിയുടെ കേസാണെങ്കിൽ നോമിനേറ്റഡ് പേഴ്സൺ ആണ് ഇങ്ങനെ പോകുന്നതെങ്കിൽ ദ ഫാക്ട് ഓഫ് ആക്സെപ്റ്റൻസ് ഓർ അതർവൈസ് ഷോൾ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ സൊസൈറ്റി ഓൾസോ. അതുപോലെ ഇനിയിപ്പോൾ പ്രസിഡൻറ്റിനാണ് റെസിഗ്നേഷൻ കൊടുക്കേണ്ടതെങ്കിൽ ദ ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ ഷോൾ ബി പ്ലേസ്ഡ് ബിഫോർ ദ കമ്മിറ്റി ഫോർ കൺസിഡറേഷൻ. ആൾക്ക് പിന്നെ മേലധികാരി എന്ന് പറയുന്നത് ആരാണ്? കമ്മിറ്റിയാണോ അല്ലേ? അപ്പോൾ ആൾ കമ്മിറ്റിയിലാണ് കൺസിഡറേഷന് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നോക്കാം നമുക്ക്. റൂൾ 38, അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരിക പ്രസിഡൻറ്റ് ഓഫ് ദ സൊസൈറ്റി ആണ്. റൂൾ 38 അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സബ് റൂൾ 3, 4 നമ്മൾ 5ഉം ഡിസ്കസ് ചെയ്തു കേട്ടോ. 5 ഇല്ല, 6 നമ്മൾ ഡിസ്കസ് ചെയ്തത്. കുറച്ച് പോയിന്റുകൾ ഉണ്ട് ആ ഭാഗം. എനി മെമ്പർ ഓഫ് എ കമ്മിറ്റി വെദർ എലക്റ്റഡ് ഓർ നോമിനേറ്റഡ് മേ ടെൻഡർ ഹിസ് റെസിഗ്നേഷൻ ടു പ്രസിഡൻറ്റ് ഓഫ് ദ കമ്മിറ്റിക്കാണ് കൊടുക്കുക. വെദർ എലക്റ്റഡ് ഓർ നോമിനേറ്റഡ്, പ്രസിഡൻറ്റ് ഈ ഒരു റെസിഗ്നേഷൻ സ്വീകരിച്ച് വിത്തിൻ 7 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദിസ് റിസീപ്റ്റ് ഓഫ് ദിസ് പിന്നെ റെസിഗ്നേഷൻ അത് ആർക്കാണ് കൊടുക്കുക? സെൻഡ് ടു അതോറിറ്റി അല്ലെങ്കിൽ കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കണം അല്ലേ. ഈ റെസിഗ്നേഷൻ എപ്പോഴാണ് ഷോൾ ഹാവ് എഫക്റ്റ് വരിക എന്ന് വെച്ചാൽ ഓൺലി ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ആക്സെപ്റ്റൻസ് ബൈ ദ കമ്മിറ്റി അല്ലെങ്കിൽ ഓർ ദ അതോറിറ്റി ഹു നോമിനേറ്റഡ് ദ മെമ്പർ കൺസേൺഡ്. അപ്പോഴാണ് വരിക. ഈ ഫാക്റ്റ് മെമ്പറെയും അറിയിക്കണം. നോമിനിയുടെ കേസ് ആണെങ്കിൽ സൊസൈറ്റീനെ കൂടെ അറിയിക്കണം. ഓക്കെ, ഇനി ആരാണ്? പ്രസിഡൻ്റ് ആണ് റിസൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ ആർക്കാ കൊടുക്കുക? ബിഫോർ ദ കമ്മിറ്റി ഫോർ കൺസിഡറേഷൻ കേട്ടോ. ഓക്കെ, ഇതിനൊക്കെ ഒരു സൊസൈറ്റി ഷോൾ മെയിൻറ്റെയിൻ ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ടാവും. അത് പുതിയ പ്രൊവിഷനാണ്. ഓഫ് സച്ച് കോപ്റ്റഡ് മെമ്പേഴ്സ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് അവരുടെ ഡീറ്റെയിൽസ്, നെയിമും അഡ്രസ്സും ദെയർ ക്വാളിഫിക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ആരാണ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ സൊസൈറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കോപ്റ്റഡ് മെമ്പേഴ്സിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തുള്ള ഡീറ്റെയിൽസ് വെച്ച്. അത് സബ് റൂൾ 7 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡാഷ് ഓഫ് ദ KCS ആക്ട് 1969 ഡീൽസ് വിത്ത് പ്രൂഫ് ഓഫ് എൻട്രീസ് ഇൻ സൊസൈറ്റീസ് ബുക്ക്. അതും സെക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ഭാഗം മിസ്സലേനിയസുമായി ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് ഭാഗം എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ മിസ്സലേനിയസും ഒരിക്കലും പഠിക്കാതെ പോകുമായിരുന്നു. മിസ്സലേനിയസും അതിലെ കണ്ടൻസും എപ്പോഴും നമുക്ക് 2-3 ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ കിട്ടും. മിസ്സലേനിയസ് 2 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം നിർബന്ധമായിട്ട് പഠിക്കുക. ഹെഡ്ലൈൻ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഹെഡ്ലൈൻ പഠിച്ചു പോവാം. കണ്ടൻറ്റും കൂടി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മിസ്സലേനിയസിലെ 96 മുതൽ 110 വരെയുള്ള ഭാഗം ജസ്റ്റ് ആ സെക്ഷൻ മാത്രം നമുക്കൊന്ന് ഓടിച്ച് പഠിച്ചു പോകാം കേട്ടോ. 96 എന്താണ്? അഡ്രസ് ഓഫ് സൊസൈറ്റിയാണ്. 96 സെക്ഷൻ 96 എന്താണ്? അഡ്രസ് ഓഫ് സൊസൈറ്റിയാണ്. 97 എന്താണ്? കോപ്പി ഓഫ് ആക്ട് റൂൾസ് ആൻഡ് ബൈലോസ് ടു ബി ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ. അതിലും പോയിന്റുകളുണ്ട് കേട്ടോ, കണ്ടന്റ് പഠിക്കാനുള്ളതാണ്. ട്രിബ്യൂണൽ രജിസ്ട്രാർ 98 പറയുന്നത് ട്രിബ്യൂണൽ രജിസ്ട്രാർ ടു ഹാവ് സർട്ടൻ പവേഴ്സ് ഓഫ് സിവിൽ കോർട്ട്. 99 ഓർഡേഴ്സ് ടു ബി പ്രൊനൗൺസ്ഡ്. 100 ബാർ ഓഫ് ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്ടാണ്. 101 പവർ ടു എക്സംപ്റ്റ് സൊസൈറ്റീസ്. 102 രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. 103 ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് പ്രൂഫ് ഓഫ് എൻട്രീസ് ഇൻ സൊസൈറ്റീസ് ബുക്ക്. പ്രൂഫ് ഓഫ് എൻട്രീസ് ഇൻ സൊസൈറ്റീസ് ബുക്ക് സെക്ഷൻ 103. പ്രൂഫ് ഓഫ് എൻട്രീസ് ഇൻ സൊസൈറ്റീസ് ബുക്ക് സെക്ഷൻ 103. ഓക്കെ, 104 എന്താ? സർവീസ് ഓഫ് നോട്ടീസ്. 105 എന്താ? ആക്ട് ഓഫ് സൊസൈറ്റീസ് നോട്ട് ടു ബി ഇൻവാലിഡേറ്റഡ് ബൈ സർട്ടൻ ഡിഫെക്ട്സ്. 106 ഇമ്മ്യൂണിറ്റി ഫോർ ആക്ട്സ് ഡൺ ഓർ പർപ്പട്ടിങ് ടു ബി ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. ന്യൂലി ഇൻസേർട്ട് ചെയ്തതാണ് സെക്ഷൻ 106A എന്ന് പറഞ്ഞാൽ പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ്. 107 കമ്പനീസ് ആക്ട് നോട്ട് ടു അപ്ലൈ. 108 ഡ്യൂട്ടീസ് ഓഫ് പോലീസ് ഓഫീസർ. ഇതൊന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. 109 പവർ ടു മേക്ക് റൂൾസ്. 110 റിപ്പീൽ ആൻഡ് സേവിങ്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് പഠിക്കണം നിർബന്ധമായിട്ട്. ഇത്
ഏത് പഠിക്കണം, എഴുതി തന്നെ പഠിക്കുക. 96 മുതൽ 110 വരെയുള്ളത് കേട്ടോ. ഓക്കെ, 96 അഡ്രസ് ഓഫ് സൊസൈറ്റി, 97 കോപ്പി ഓഫ് ആക്ട് റൂൾസ് ആൻഡ് ബൈലോസ് ടു ബി ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ, 98 ട്രിബ്യൂണൽ രജിസ്റ്റർ ടു ഹാവ് സർട്ടൻ പവേഴ്സ് ഓഫ് സിവിൽ കോഡ്, 99 ഓർഡേഴ്സ് ടു ബി പ്രൊനൗൺസ്ഡ്, 100 ബാർ ഓഫ് ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്ട്, 101 പവർ ടു എക്സംപ്റ്റ് സൊസൈറ്റീസ്, 100 101 എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സെക്ഷൻ 102 രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, 103 പ്രൂഫ് ഓഫ് എൻട്രീസ് ഇൻ സൊസൈറ്റീസ് ബുക്ക്, 104 സർവീസ് ഓഫ് നോട്ടീസ്, 105 ആക്ട്സ് ഓഫ് സൊസൈറ്റീസ് നോട്ട് ടു ബി ഇൻവാലിഡേറ്റഡ് ബൈ സർട്ടൻ ഡിഫെക്ട്സ്, 106 ഇമ്മ്യൂണിറ്റി ഫോർ ആക്ട്സ് ഡൺ ഓർ പർപ്പറ്റിംഗ് ടു ബി ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത്, 106A പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ്, 107 കമ്പനീസ് ആക്ട് ഡസ് നോട്ട് അപ്ലൈ, 108 ഡ്യൂട്ടീസ് ഓഫ് പോലീസ് ഓഫീസർ, 109 പവർ ടു മേക്ക് റൂൾസ്, 110 റിപ്പീൽ ആൻഡ് സേവിങ്സ്. ഓക്കെ, പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സൊസൈറ്റി പർച്ചേസസ് മെറ്റീരിയൽസ് ഇൻ ബൾക്ക് ആൻഡ് പ്രൊവൈഡ്സ് ഇംപ്രൂവ്ഡ് മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ എമംഗ് ദ മെമ്പേഴ്സ് വിത്തൗട്ട് പൂളിംഗ് ദെയർ ലാൻഡ്സ് ആൻഡ് റിസോഴ്സസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പോൾ നമ്മുടെ ലോയുമായി ബന്ധപ്പെട്ട വിഷയമല്ല, എന്നാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഓക്കെ, ഈ സൊസൈറ്റി പർച്ചേസസ് ബൾക്കായിട്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു, ഇംപ്രൂവ്ഡ് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ കൊടുക്കുന്നു. പക്ഷേ മെമ്പേഴ്സ് വിത്തൗട്ട് പൂളിംഗ് ദെയർ ലാൻഡ് ആൻഡ് റിസോഴ്സസ് ആണ്. ഇവിടെ പൂള് ചെയ്യുന്നില്ല അല്ലേ, അങ്ങനെയാണ് ഇവർ കൾട്ടിവേഷൻ ചെയ്യുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ഫാമിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിട്ടുള്ളത് കോപ്പറേറ്റീവ് ബെറ്റർ ഫാമിംഗ് സൊസൈറ്റീസ് ആണ് കേട്ടോ. ബെറ്റർ ഫാമിംഗ് സൊസൈറ്റീസ്. ഇപ്പോൾ ബെറ്റർ ഫാമിംഗ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് കൾട്ടിവേറ്റ് ഹിസ് ഓൺ ലാൻഡ് വിത്ത് ഹിസ് ഓൺ ലേബർ. ഓക്കെ, വർക്കിംഗ് ഗ്രൂപ്പ്സ് ഓൺ കോപ്പറേറ്റീവ് ബേസിസ്. അതായത് മെമ്പേഴ്സ് അവരുടെ സ്വന്തം ഭൂമിയിൽ തന്നെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, അവരുടെ സ്വന്തം ലേബർ ഉപയോഗിച്ചിട്ടാണ്. വർക്കിംഗ് ഗ്രൂപ്പ്സ് ഓൺ കോപ്പറേറ്റീവ് ബേസിസ് ആണ് ഉപയോഗിക്കുന്നത്. സൊസൈറ്റി പർച്ചേസസ് മെറ്റീരിയൽസ്, അവിടെ ബൾക്കായിട്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു സൊസൈറ്റി. എന്നിട്ട് ആർക്ക് കൊടുക്കുന്നു? ഫാർമേഴ്സിന് കൊടുക്കുന്നു. വിത്തൗട്ട് പൂളിംഗ് ദെയർ ലാൻഡ്, അവരുടെ ലാൻഡൊന്നും പൂൾ ചെയ്യുന്നില്ല കേട്ടോ, സംയോജിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ മെമ്പേഴ്സ് തന്നെ നോർമലി നടക്കുന്നത്, വില്ലേജസിലൊക്കെ നോർമലി നടക്കുന്നത്, നമ്മുടെ കയ്യിൽ ഭൂമി ഉണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് എന്ത് വിത്തിടുന്നതും വിതയ്ക്കുന്നതും. പണിക്കാരെ വെച്ചിട്ട് ഇപ്പോൾ ലേബറേഴ്സ് കൂടുതലായിട്ടും ആരാണ്? ബംഗാളികളാണ് ഇപ്പോൾ നമുക്ക് പണിക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ബംഗാളികളെ, പണ്ട് തമിഴന്മാരും നിറയെ വന്നിരുന്നു, ഇപ്പോൾ ബംഗാളികളാണ് നമ്മൾ കൂടുതലും വയലിലെ പണിക്ക് വരുന്നത്. അപ്പോൾ അവരെ വെച്ചിട്ട് നമ്മൾ കള പറിക്കുന്നു, അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കുന്നു, മണ്ണിളക്കുന്നു, അങ്ങനെ എല്ലാ പണികളും ചെയ്യിക്കുന്നു. പക്ഷേ സൊസൈറ്റി എന്താ ചെയ്യുന്നത്? പക്ഷേ സൊസൈറ്റിയിൽ നിന്നാണ് നമുക്ക് ബൾക്കായിട്ടുള്ള മെറ്റീരിയൽസ്, അവരാണ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് വെക്കുന്നത്. മെറ്റീരിയൽസൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സൊസൈറ്റിയാണ്, വിത്താണെങ്കിലും വളങ്ങളാണെങ്കിലും ഒക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് തരുന്നു. അപ്പോൾ ഇവിടെ ലാൻഡ് പൂൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, ലാൻഡ് പൂൾ ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, പിന്നെ ഭൂമി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഇപ്പം ചില ആൾക്കാരുടെ കയ്യിൽ എന്തുണ്ടാവില്ല, ധാരാളം കൃഷിഭൂമി ഉണ്ടാവും, പക്ഷെ അവർക്ക് എന്തില്ല, അവർക്ക് പിന്നെ ആളുണ്ടാവില്ല, ചെയ്യിക്കാൻ ആൾക്കാരുണ്ടാവില്ല. ഇപ്പോൾ ഒക്കെ വിദേശത്തുള്ള മക്കളും ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? പാട്ടത്തിന് ആർക്കെങ്കിലും കൃഷി ചെയ്യുന്ന ആൾക്കാർ ഏറ്റെടുക്കും പാട്ടത്തിന്. എന്നിട്ട് അവർക്ക് എന്താണ്? പാട്ടാണ് കൊടുക്കുക കേട്ടോ. അപ്പം ഏക്കർ കണക്കിനാണ്, ഒരേക്കറിന് എത്ര വെച്ചിട്ട് അവർ പാട്ടം കൊടുത്തിട്ടാണ് അവർ കൃഷി ചെയ്യുന്നത്. സൊസൈറ്റി അവിടെ പ്രത്യേകിച്ച് മെറ്റീരിയൽസ് ബൾക്കായിട്ട് എടുത്ത് അല്ലെങ്കിൽ വിത്തും വളവും പ്രൊവൈഡ് ചെയ്യുന്നതാണ് സൊസൈറ്റിയുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഈ ഒരു ബെറ്റർ ഫാമിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കേട്ടോ. അവിടെ പാട്രണേജ് ഡിവിഡൻഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ഫാമിംഗ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണ് പാട്രണേജ് ഡിവിഡൻഡ്. ഓക്കെ, ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടതാണ് ഓണർഷിപ്പ് ഡിവിഡൻഡ് കേട്ടോ. ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓണർ, ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓണർ, ഓ ഉണ്ടെന്ന് വിചാരിക്കുക, ജോ എന്ന് പറയുമ്പോൾ ഓ ഉണ്ടല്ലോ, ജോയിൻറ്റ് ഓണർഷിപ്പ് ഡിവിഡൻഡ്. പിന്നെ ബെറ്റർ എന്ന് പറയുമ്പം ബിയും പിയും എഴുതുന്നത് ഒരുപോലെയാണ് അല്ലെ, ബെറ്റർ എന്ന് എഴുതുമ്പോൾ അതിനെ പി ആക്കാൻ എളുപ്പം. അപ്പോൾ പാട്രണേജ് ഡിവിഡൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാം. ചില കുട്ടികൾക്കെങ്കിലും തെറ്റിപ്പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? ബെറ്റർ ഫാമിംഗ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ബാക്കിയുള്ളതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. അറിയുന്നതാവും, എന്നാലും ഒന്ന് നോക്കിയിട്ട് പോവാം, ഒരു മാർക്ക് വെറുതെ കളയണ്ട. കോപ്പറേറ്റീവ് ജോയിൻറ്റ് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓ ആണ്, ഓണർഷിപ്പ് ഡിവിഡൻ്റ് ആണ് അവർ വരുന്നത്. അവിടെ പൂളിംഗ് ഓഫ് ലാൻഡ് ഉണ്ട്, സ്മോൾ ഓണേഴ്സൊക്കെ കൂടി വർക്ക് ടുഗദർ ഓൺ ദ ബേസിസ് ഓഫ് അവരെ അപ്രൂവ്ഡ് പ്ലാനും അല്ലെങ്കിൽ അവരുടെ വർക്കിൻ്റെ വേജും ഒക്കെ അപ്രൂവ്ഡ് പ്ലാനും ഒക്കെ റെഡിയാക്കിയിട്ട് അവർ ലാൻഡ് പൂൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റീസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കളക്റ്റീവ്ലി ആയിരിക്കും
ഓക്കെ, കൾട്ടിവേറ്റ് ചെയ്യുന്നത്. കൾട്ടിവേറ്റിംഗ് ലീഡർഷിപ്പാണ്. സൊസൈറ്റിയുടെ മാനേജർ ആയിരിക്കും അവിടെ അതിന് നേതൃത്വം കൊടുക്കുന്നത് കേട്ടോ. ടെനൻറ്റ് ഫാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി ലാൻഡ് ഓൺ ചെയ്യുന്നു. അതുപോലെ സ്മോൾ ഹോൾഡിങ്സ് ആയിട്ട് അവർ ഇൻഡിവിജ്വൽ ടെനൻറ്റിന് ലീസിന് കൊടുക്കുക, പാട്ടത്തിന് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ മെമ്പേഴ്സിന്. ഓക്കെ, അപ്പോൾ സൊസൈറ്റിയാണ് എല്ലാ ടൈപ്പ് ഓഫ് ഫെസിലിറ്റീസും സർവീസസും മെമ്പേഴ്സിന് ചെയ്തു കൊടുക്കുന്നതും അവിടെ സൊസൈറ്റിയാണ്. അതാണ് ടെനൻറ്റ് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കളക്റ്റീവ് ഫാമിംഗ് ആണ്. കളക്റ്റീവ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയാണ് ലാൻഡ് ഹോൾഡ് ചെയ്യുന്നതും അതുപോലെ എല്ലാം ലീസ് ഹോൾഡ് ചെയ്യുന്നതും എല്ലാം, അതെല്ലാം സൊസൈറ്റിയുടെ പണിയാണ്. എന്നിട്ട് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു, ഈ ഒരു റിസർവിൽ ആവശ്യമുള്ള പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു റിസർവ്സ് ആൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു വേജ് ഏൺഡ്. അവർ എടുത്ത പണി എത്രയുണ്ട് എന്നോ അല്ലെ വേജ് ഏൺഡ് അതിനനുസരിച്ചിട്ട് അവർക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതേപോലെ റിസർവിലേക്ക് പ്രോഫിറ്റ് മാറ്റി വയ്ക്കുകയും ചെയ്യും. ഇവിടെയൊക്കെ ഓണർഷിപ്പ് ആരുമായി ബന്ധപ്പെട്ടതാണ്? സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അതാണ് ഈ 4 തരം സൊസൈറ്റി എന്ന് പറഞ്ഞാൽ, അല്ല ഫാമിംഗ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ദ കമ്മിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് പെർ സെക്ഷൻ 80BBയിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. 80BB എന്താ നോക്കാട്ടോ നമുക്ക്. 80A എന്ന് പറഞ്ഞാൽ പെൻഷൻ സ്കീമാണ്. 80B എന്താണ്? കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടൻസ് ഉണ്ട് കേട്ടോ, അതൊക്കെ പഠിക്കേണ്ടതാണ്. 80BB എന്ന് പറഞ്ഞാലാണ് റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റീസ്. അപ്പോൾ എന്താണ് ഈ റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റീസ് കൂടി നമുക്ക് നോക്കാം കേട്ടോ. റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റീസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ RCMPU ആയി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഗവൺമെൻറ് ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ട് ഒരു റിക്രൂട്ടിംഗ് കമ്മിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ആരാണ് ഈ റിക്രൂട്ടിംഗ് കമ്മിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഉത്തരം ഗവൺമെൻറ്റാണ്. എന്തിനു വേണ്ടി? വിച്ച് ഓൾ ബി ദ കോമ്പീറ്റൻറ്റ് കമ്മിറ്റീസ് ഫോർ ദ എൻറ്റയർ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഓഫ് ഓൾ പെർമനൻറ്റ് എംപ്ലോയീസ് ഓഫ് RCMPU. ഓക്കെ, റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനിലെ പെർമനൻറ്റ് എംപ്ലോയീസിനെ കണ്ടെത്തുന്നതിന് വേണ്ടി അവരുടെ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റിയാണ്, കോമ്പീറ്റൻറ്റ് കമ്മിറ്റിയാണ് എന്ത്? ഈ റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി കേട്ടോ. അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. അതാണ് 80BB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റിയുടെ കാര്യങ്ങൾ കുറച്ചൊന്ന് നോക്കാം നമുക്ക്. അതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണല്ലോ ഇവർ എടുക്കുന്നത് ഓൾ എംപ്ലോയീസ്. പക്ഷേ മാനേജിംഗ് ഡയറക്ടറെ അങ്ങനെയല്ല കേട്ടോ സെലക്ട് ചെയ്യുന്നത്. അതർ ദാൻ ദ MD ഷോൾ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 8 മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക കേട്ടോ. ദ റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി ഫോർ അണ്ടർടേക്കിംഗ് ദ സെലക്ഷൻ പ്രോസസ് ഓഫ് ഓൾ എംപ്ലോയീസ് അതർ ദാൻ ദ മാനേജിംഗ് ഡയറക്ടർ ഷോൾ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 8 കൂടാത്ത അത്രയും മെമ്പേഴ്സ് വേണം. ദ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ചാർജ് ഓഫ് ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്പെഷ്യൽ സെക്രട്ടറി ഉണ്ടായല്ലോ, അദ്ദേഹമായിരിക്കും ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ അപ്പെക്സ് ബോഡി ഓഫ് RCMPU. ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഗവൺമെൻറ് ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. MDനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ബാക്കി എല്ലാവരെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റിയാണ്. ഈ റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി ഇൻചാർജ് ആയിരിക്കും. ഓക്കെ, പിന്നെ അദ്ദേഹമായിരിക്കും ആര്? കൺവീനർ ഓഫ് ദ കമ്മിറ്റി. മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കും എന്ത്? കൺവീനർ ഓഫ് ദ കമ്മിറ്റി. ചെയർമാൻ ആര്? ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരിക്കും. കൺവീനർ ഈ ഒരു മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കും കേട്ടോ. മറ്റ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡയറിയുടെ രജിസ്ട്രാർ ഉണ്ടായിരിക്കും, അപ്പെക്സ് സൊസൈറ്റിയുടെ ചെയർമാൻ ഉണ്ടായിരിക്കും, ജോയിൻറ്റ് ഡയറക്ടർ ഉണ്ടായിരിക്കും. ജോയിൻറ്റ് സെക്രട്ടറി ടു ഗവൺമെൻറ് ആണ് ജോയിൻറ്റ് ഡയറക്ടർ ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ. പിന്നെ സദേൺ ഹെഡ് ഉണ്ടായിരിക്കും, ചെയർമാൻ RCMPUയുടെ ചെയർമാൻ ഉണ്ടായിരിക്കും, മാനേജിംഗ് ഡയറക്ടർ ഉണ്ടായിരിക്കും RCMPUയുടെ. ദ റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി ഫോർ അണ്ടർടേക്കിംഗ് ദ സെലക്ഷൻ പ്രോസസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓർ ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ RCMPU ഷോൾ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 4 മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഇനി ചീഫ് എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുന്ന റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റിയിൽ 4 അംഗങ്ങൾ കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. മറ്റേത് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നോർമൽ ഇതാണ്. ചീഫ് എക്സിക്യൂട്ടീവിനെയോ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടറിനെയോ അവർക്കുള്ളത് ഷോൾ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 4 മെമ്പേഴ്സ് ആയിരിക്കും. ദ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ചാർജ് തന്നെയാണ് അവിടെ അതിൻ്റെ ചെയർമാൻ ആയിട്ട് വരിക. ആൻഡ് ദ ചെയർമാൻ ഓഫ് ദ RCMPU ഷോൾ ബി ദ കൺവീനർ ഓഫ് ദ കമ്മിറ്റി. അവിടെ ചെയർമാനായിട്ട് വരിക RCMPUവിൻ്റെ ചെയർമാനാണ് കൺവീനറായിട്ട് വരിക. ദ അതർ മെമ്പർ ഷോൾ ബി മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ അപ്പെക്സ് സൊസൈറ്റി ആൻഡ് ദ സദേൺ റീജിയണൽ ഹെഡ് ഓഫ് ദ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ചീഫ് എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുന്നതിലും മാനേജിംഗ് ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നതിലുമുള്ള
കമ്മിറ്റിയിൽ എത്ര ആളുണ്ടാവുക? നോട്ട് മോർ ദാൻ 4 മെമ്പേഴ്സാണ് വരിക. ഓക്കെ, അപ്പം നോട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് 80BB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ചാൽ RCMPUവിലെ പെർമനൻറ്റ് എംപ്ലോയീസിൻ്റെ എൻറ്റയർ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ആരുമായി ബന്ധപ്പെട്ടതാണ്? അതിനുള്ള കോമ്പീറ്റൻറ്റ് കമ്മിറ്റിയാണ് റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാനേജിംഗ് ഡയറക്ടറും ഒഴികെയുള്ള അതർ ദാൻ ദ മാനേജിംഗ് ഡയറക്ടർ ഷോൾ കൺസിസ്റ്റ് ഓഫ്, മാനേജിംഗ് ഡയറക്ടർ അല്ലാതെ പിന്നെ 8 കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. സെക്രട്ടറി ടു ഗവൺമെൻറ് ആണ് ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആരായിട്ട് വരിക? ചെയർമാനായിട്ട് വരിക. മാനേജിംഗ് ഡയറക്ടർ ഓഫ് അപ്പെക്സ് ബോഡി ഓഫ് RCMPUവിൻ്റെ അവർ അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള മാനേജിംഗ് ഡയറക്ടറാണ് എന്ത് അവിടെ ആരായിട്ട് വരിക? ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള RCMPUവിൻ്റെ MD ആണ് ആര് വരിക? കൺവീനറായിട്ട് വരിക കേട്ടോ. ഓക്കെ, ബാക്കി മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. പിന്നെ പറയുന്നത് ഈ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ളത് ആരാണ്? സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടും മാനേജിംഗ് ഡയറക്ടർ, RCMPUവിൻ്റെ മാനേജിംഗ് ഡയറക്ടർ തിരഞ്ഞെടുക്കാനും. ഇവിടെ മാനേജിംഗ് ഡയറക്ടർ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് തിരഞ്ഞെടുത്ത മാനേജിംഗ് ഡയറക്ടറാണ് എവിടെ വരിക? കൺവീനറായിട്ട് വരിക എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ചീഫ് എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് 4 ആളിൽ കൂടാത്ത മെമ്പറിനെയാണ് വയ്ക്കുക. ഓക്കെ, പിന്നെ 80C ജസ്റ്റ് നോക്കാം. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസിൻ്റെ വെൽഫെയർ ആണ്. 80D എന്ന് പറഞ്ഞിട്ടുള്ളത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡാണ്. 80E എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് കൺട്രോൾ ഓഫ് ദ എക്സിസ്റ്റിംഗ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡാണ്. അപ്പോൾ ഇവിടെ റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി തന്നെയാണ് സെക്രട്ടറിനെയും അതുപോലെ തന്നെ ബാക്കിയെല്ലാം. MDനെ മിക്കവാറും തിരഞ്ഞെടുക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കും കേട്ടോ. ഗവൺമെൻറ് ആ പോസ്റ്റിലേക്ക് ആളെ വയ്ക്കുക ചെയ്യാം. അപ്പോൾ അത്രയാണ്. അപ്പോൾ ഇവിടെ റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി എന്നാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോ ഓഡിറ്റർ ഓർ ഓഡിറ്റിംഗ് ഫേം ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഷാൾ ബി എൻട്രസ്റ്റഡ് വിത്ത് ദ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ മോർ ദാൻ ഡാഷ് കോൺസിക്യൂട്ടീവ് ടേംസ്. എത്ര തുടർച്ചയായിട്ടുള്ള കൂടുതൽ ഒരാൾ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല അല്ലേ? ഒരേ ടീം ഓഫ് ഓഡിറ്റർ അല്ലെങ്കിൽ ഒരേ ഓഡിറ്റിംഗ് ഫേം തുടർച്ചയായിട്ട് ഓഡിറ്റ് ചെയ്യുമ്പം അവിടെ പ്രോബ്ലംസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അത് പാടില്ല. എത്ര തവണ കൂടുതൽ എന്ന് പറയുന്നത് 63-ൽ 12A പ്രത്യേകം പറയുന്നുണ്ട്. നോ ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റർ ഫേം അല്ലെങ്കിൽ ടീം ഓഫ് ഓഡിറ്റർ ഷാൾ ബി എൻട്രസ്റ്റഡ് വിത്ത് ദ ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ മോർ ദാൻ 2. 2 കോൺസിക്യൂട്ടീവ്, 2 തുടർച്ചയായ ഓഡിറ്റുകൾ. അപ്പോൾ ഉത്തരം 2 വരിക. കൂടുതൽ ഒരേ ഓഡിറ്റർ പാടില്ല. അപ്പം പിന്നെ ഒരു പേഴ്സണൽ ബയാസൊക്കെ അവിടെ വരാൻ സാധ്യത കൂടുതലാണ് അല്ലേ? ഒരേ ആൾ തന്നെ എല്ലാ പ്രാവശ്യവും ഓഡിറ്റ് ചെയ്യുമ്പം അവിടുത്തെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് 2 കോൺസിക്യൂട്ടീവ് ഓഡിറ്റ്, തുടർച്ചയായി വരുന്ന 2 ഓഡിറ്റുകളിൽ കൂടുതൽ പാടില്ല. 2 ഓഡിറ്റ് കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഇൻ ദ ഇവൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് എ സൊസൈറ്റി the certificate to be issued by the registrar or certificate issue നെയിം ഓഫ് സൊസൈറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ കേട്ടോ, അത് ഏത് സെക്ഷനിലാണ് പറയുന്നത്, ഏത് ഫോമിലാണ്? അപ്പൻഡിക്സ് 2-ൽ അതിനൊരു ഫോമും ഉണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോം പുതുതായിട്ട് നമ്മുടെ അമെൻമെൻറ്റിൽ വന്നപ്പോൾ ആഡ് ചെയ്തതാണ്. അപ്പോൾ അത് ഏതാണെന്ന് നോക്കാം. സെക്ഷൻ 10-ലാണ് നമ്മുടെ ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റീനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 10 ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റി നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ബൈലോ അമെൻമെൻറ്റ് ചെയ്യണം കേട്ടോ. ബൈലോ അമെൻമെൻറ്റിലൂടെയാണ് അവരവരുടെ പേര് ചേഞ്ച് ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്തെ ക്ലോസ് ആയിട്ട് പറയുന്നത്. എ സൊസൈറ്റി മേ ബൈ ആൻ അമെൻമെൻറ്റ് ഓഫ് ഇറ്റ്സ് ബൈലോ ചേഞ്ച് ഇറ്റ്സ് നെയിം. പിന്നെ പറയുന്നത്, വേറെ സൊസൈറ്റി ചേഞ്ചസ് ഇറ്റ്സ് നെയിം ദ രജിസ്ട്രാർ ഷോൾ എൻ്റർ ദ ന്യൂ നെയിം. അവർക്കൊരു രജിസ്റ്റർ ഉണ്ട്. ഈ രജിസ്ട്രാർ കീപ്പ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ സൊസൈറ്റികളുടെ വിവരങ്ങളും അങ്ങനെ ബൈലോ അമെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ അതൊക്കെ എഴുതുന്നത് ഫോം നമ്പർ 4-ലുള്ള രജിസ്റ്ററിലാണ് കേട്ടോ. അദ്ദേഹം കയ്യിൽ വെക്കുന്നതാണത്. രജിസ്ട്രാർ സ്വന്തം വെക്കുന്നതാണ് ഫോം നമ്പർ 4-ലുള്ളത് കേട്ടോ. അതിൽ ആദ്യം അവർ എൻ്റർ ചെയ്യും. ഇൻ ദ പ്ലേസ് ഓഫ് ഫോർമർ നെയിമിൽ പഴയത് പകരം എൻ്റർ ചെയ്യും. ആൻഡ് ഷോൾ അമെൻഡ് ദ സർട്ടിഫിക്കറ്റ് ഇൻ രജിസ്ട്രേഷൻ അക്കോർഡിംഗ്ലി. കൂടാതെ അവരുടെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കൂടെ അമെൻഡ് ചെയ്ത് തരും.
ഇനി ദ ചേഞ്ച് ഓഫ് നെയിം ഓഫ് എ സൊസൈറ്റി ഷാൾ നോട്ട് അഫക്റ്റ് അവരുടെ റൈറ്റ്സിനെയോ ഒബ്ലിഗേഷൻസിനെയോ ഒന്നും ബാധിക്കില്ല. അവർക്ക് ഒരു ഡിഫക്റ്റീവ് ഇനി ലീഗൽ പ്രൊസീഡിങ്സിന് എതിരല്ല ഇത്. ഇനി ലീഗൽ പ്രൊസീഡിങ്സ് ഉണ്ടെങ്കിൽ അത് പുതിയ പേരിൽ നിലനിൽക്കട്ടോ. പുതിയ പേര് വരുമ്പം ആ പേരിൻ്റെ കൂടെ തന്നെ അവരുടെ ഒബ്ലിഗേഷൻസും അല്ലെങ്കിൽ റൈറ്റ്സും എല്ലാം ഉണ്ടായിരിക്കും. ഇതൊക്കെ പറയുന്നത് പിന്നെ ഈ ഒരു ഫോം പറയുന്നത് 4B-യിലാണ് കേട്ടോ. 4B പുതുതായിട്ട് അമെൻഡ് ചെയ്തപ്പോൾ വന്നതാണ്. മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി എന്ന പേരിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സമയത്ത് സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ കൊടുക്കുന്നത് സെക്ഷൻ 10 2 പ്രകാരം കൊടുക്കുന്നത് 3B-യിലാണെന്ന് പറഞ്ഞു കേട്ടോ. ഫോം നമ്പർ 3B ഓഫ് അപ്പൻഡിക്സ് 2 ടു ദിസ് റൂൾസ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മുടെ ഉത്തരം ഏതാണ്? 3B ഉണ്ട്, സെക്ഷൻ 10 ഉണ്ട്. അപ്പോൾ ഉത്തരം C ആണ് വരിക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ബൈലോ അമെൻഡ് ചെയ്യണം. എന്നിട്ട് എവിടെ എൻട്രി ചെയ്യണേ? രജിസ്ട്രാർ ബുക്കിൽ. രജിസ്ട്രാർ ഫോം ഏതാ? അതൊക്കെ സൂക്ഷിക്കുന്നത് ഫോം നമ്പർ 4-ലാണ് കേട്ടോ. ഓക്കെ, പിന്നെ റൂൾ 4B കണക്ട് ചെയ്യണം, 3B ഫോം നമ്പറും കണക്ട് ചെയ്യണം, ഓർത്ത് വയ്ക്കണം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡാഷ് ഓൾ കണ്ടക്ട് ഓഡിറ്റ് ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഇൻ ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൊസൈറ്റീസ്. ഇത് നോർമൽ കേസിലുള്ള ഓഡിറ്റ് ഇൻസ്പെക്ഷൻ വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ആണ് കേട്ടോ. ഇപ്പോൾ DCAയുടെ കേസല്ല അവിടെ പറയുന്നത് കേട്ടോ. ആരാണ് നോർമലായിട്ടുള്ള ഓഡിറ്റും ഇൻസ്പെക്ഷനും വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സും ഒക്കെ സൊസൈറ്റികളിലും സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷനിലും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രജിസ്ട്രാറാണ് കേട്ടോ. ഓക്കെ, ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് ആണ് ഈ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത് കറക്റ്റ് കള്ളത്തരല്ല നടക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് വേണം? ഇടയ്ക്കിടയ്ക്ക് DCA നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓഡിറ്റ് ചെയ്യുമോ? ഇല്ലല്ലോ. സാമ്പത്തിക വർഷം, അത് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക വർഷം അവസാനിച്ച ഒറ്റ കണക്കെടുപ്പേ ഉള്ളൂ DCAക്ക്. ഇടയ്ക്കിടയ്ക്കുള്ള ഇൻസ്പെക്ഷനും വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സും ഒന്നും DCAക്ക് ഇല്ല. DCAക്ക് ഒറ്റയടിക്കുള്ള പരിപാടിയുള്ളൂ. എന്നിട്ട് പിന്നെ റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുകയുള്ളൂ. പക്ഷേ ഇതല്ല, ഇത് ഇടയ്ക്കിടയ്ക്കുള്ള ഒരു പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ പോലെ. അതാണ് എന്ത് നമ്മുടെ രജിസ്ട്രാർക്ക് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 14A ആണ് പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കുറേ പോയിന്റുകൾ പഠിക്കാനുള്ള ഭാഗമാണ് കേട്ടോ. ഓക്കെ, റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ജനറൽ ബോഡിയാണ് മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് ചെയ്തതിന് ശേഷമാണ് ഒന്നിലേറെ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാം കേട്ടോ. അത് എന്ത് ചെയ്യണം? ലോ പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി ഇതിൻ്റെ സ്റ്റേറ്റഡ് ഒബ്ജക്ട്സ് എന്തെങ്കിലും ഫർദറൻസ് വേണമെങ്കിൽ, അങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ സ്റ്റേറ്റഡ് ഒബ്ജക്ട്സിന് ഫർദറൻസ്, കൂടുതൽ വ്യാപ്തി വെക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ തുടങ്ങിയത് ഒരു ഇതിനായിരുന്നു, പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് എന്ത് ചെയ്യണം? വിപുലപ്പെടുത്തണമെങ്കിൽ, നമ്മുടെ ഒബ്ജക്റ്റുകൾ വിപുലപ്പെടുത്തണമെങ്കിൽ ആരുടെ പ്രയർ അപ്രൂവൽ വേണമെന്നാണ് പറയുന്നത്? രജിസ്ട്രാറുടെ അപ്രൂവൽ വേണം കേട്ടോ. സോ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഫോർ ദ ഫർദറൻസ് ഓഫ് ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫോർ ദ ഫർദറൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്റ്റേറ്റഡ് ഒബ്ജക്ട്സിന് വ്യാപ്തി കൂട്ടണമെങ്കിൽ ആരുടെ അപ്രൂവൽ വേണമെന്നാണ് പറഞ്ഞത്? പ്രയർ അപ്രൂവൽ, മുൻകൂർ അപ്രൂവൽ വേണം രജിസ്ട്രാർ കേട്ടോ. പിന്നെ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? എത്ര കാലം നിലനിൽക്കും എന്ന് പറഞ്ഞാൽ എത്ര കാലം നിലനിൽക്കും? ആരുടെ താല്പര്യം മാറുമ്പോൾ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പൂട്ടും എന്നാണ് പറയണത്? എക്സിസ്റ്റ് ഓൺലി ലോങ് ആസ് ദ ജനറൽ ബോഡി ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീം ഇറ്റ്സ് എക്സിസ്റ്റൻസ് നെസസറി. ജനറൽ ബോഡിക്ക് അത് എത്ര നാൾ തുടരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത്രയും നാൾ തുടരാം. അവർക്ക് വേണ്ട തോന്നിയാൽ എന്ത് ചെയ്യാം? സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പിന്നെ എക്സിസ്റ്റൻസ് ഇല്ല. അതാണ് പറഞ്ഞത്, എക്സിസ്റ്റ് ഓൺലി ആസ് ലോങ് ആസ് ദി ജനറൽ ബോഡി ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീംസ്, കരുതുന്നു ഇറ്റ്സ് എക്സിസ്റ്റൻസ് നെസസറി ആണെന്ന് അവർ കരുതുന്നിടത്തോളം കാലം. അതാണ് അവരുടെ പിന്നെ കാലാവധി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെയുള്ള കാര്യങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൊമോട്ട് ചെയ്യുകയാണ് അല്ലേ? സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് ഷാൾ നോട്ട് ട്രാൻസ്ഫർ ഓർ അസൈൻ ഇറ്റ്സ് സബ്സ്റ്റാൻസീവ് പാർട്ട് ഓഫ് ബിസിനസ് ഓർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കിംഗ് ഇൻ ഫർദറൻസ് ഓഫ് ഇറ്റ് സ്റ്റേറ്റഡ് ഒബ്ജക്ട്സ് ടു സച്ച് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ കുറേ എക്സ്പ്ലനേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം ബോർഡിനെ കൺട്രോൾ ചെയ്യുന്നത്. മോർ ദാൻ ഹാഫ് നോമിനൽ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. മോർ ദാൻ ഹാഫ് in the nominal value of equity shares of such institutions. ഓക്കെ, സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് പാർട്ട്ണർഷിപ്പ് ഫേം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പാർട്ട്ണർഷിപ്പ് ഫേമിനെ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല.
അത് ഒന്ന് നോട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ചോദിച്ചതാണ് അല്ലേ. നെറ്റ് പ്രോഫിറ്റും തന്നു, ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റും തന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ എക്സാമിലും കണ്ടോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഭാഗത്തുള്ളതാണ്. ദ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ ബി മെറ്റ് ഫ്രം ദ, വെറും നെറ്റ് പ്രോഫിറ്റ് അല്ല, ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് വേണം അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ. അല്ലെങ്കിൽ അവരുടെ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനായിട്ട് ഇവിടുന്ന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പോകുന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിൻ്റെയൊക്കെ നോംസ് സ്പെസിഫൈ ചെയ്യുന്നത് ആരാണ്? രജിസ്ട്രാറാണ് അതിൻ്റെ നോംസൊക്കെ സ്പെസിഫൈ ചെയ്യുന്നത്. അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടും. അതുപോലെ നോമിനീസ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള അവർ നോമിനീനെ വെക്കും കേട്ടോ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഗവൺമെൻറ്റിൻ്റെ നോമിനീസ് ഉണ്ടായിരിക്കും. ദ രജിസ്ട്രാറാണ് ഷോൾ കണ്ടക്ട് ഓഡിറ്റ് ഇൻസ്പെക്ഷൻ. ഇതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്രാവശ്യം ചോദിച്ച പോയിൻ്റ് ഇതാണ്. ദ രജിസ്ട്രാർ ഷോൾ കണ്ടക്ട് ഓഡിറ്റ് ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഇൻ ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് ദ കേസ് മേ ബി. അപ്പോൾ അതാണ് ഇവിടെ രജിസ്ട്രാറാണ് നമ്മൾ ആൻസർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡാഷ് ഷോൾ കണ്ടക്ട് ഓഡിറ്റ് ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഇൻ ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ രജിസ്ട്രാറാണ്. അത് ഈ പോയിൻ്റ് ഇവിടെയാണ് കിടക്കുന്നത് കേട്ടോ. 2C ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എനി ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം ദ സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്ക്, അത് അലോട്ടഡ് ആരുടെ പ്രീവിയസ് പ്രയർ അപ്രൂവൽ വേണം? രജിസ്ട്രാറുടെ. മാത്രമല്ല ജനറൽ ബോഡിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കും കൂടി വേണം കേട്ടോ. സോ അത് നോട്ട് ചെയ്യണം. ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുമ്പോൾ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്നാണ് കൊടുക്കുക എന്ന് പറഞ്ഞു. പക്ഷേ അതിന് മുമ്പേ രജിസ്ട്രാർ പ്രയർ അപ്രൂവൽ വാങ്ങിയിരിക്കണം, ജനറൽ ബോഡിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഉണ്ടാവണം. ഈ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് വേണം രജിസ്ട്രാർ പ്രയർ അപ്രൂവൽ മേടിക്കാൻ. ട്രാൻസ്ഫറിങ് ഫണ്ട് അതുപോലെ അസറ്റ് ലീസ് ചെയ്യാം സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട്. അതും പ്രയർ അപ്രൂവൽ ഓഫ് ദ ഗവൺമെൻറ് ആണ്. സോ അതൊന്ന് നോട്ട് ചെയ്യണം. ചിലപ്പോൾ ഒറ്റ കേസിലാണ് ഇവിടെ ഗവൺമെൻറ് വരുന്നുള്ളൂ, അത് ലീസിന് അസറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് 2E ആണ് വരുന്നത് കേട്ടോ. ട്രാൻസ്ഫറിങ് ഫണ്ട് അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ അസറ്റ് ലീസ് ചെയ്യുമ്പോഴോ ടു ഇറ്റ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ ബി മെയ്ഡ് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ ഗവൺമെൻറ് ബേസ്ഡ് ഓൺ ദ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി. സോ അതൊന്ന് നോട്ട് ചെയ്യണം. ആനുവൽ റിപ്പോർട്ട്സും അതുപോലെ ഓഡിറ്റഡ് അക്കൗണ്ട്സും ഈ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓരോ വർഷവും ജനറൽ ബോഡി മീറ്റിങ്ങിൽ വെക്കണം. ഓഫ് ദ പ്രൊമോട്ടിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് വെക്കേണ്ടത് കേട്ടോ. ആരാണോ പ്രൊമോട്ട് ചെയ്യുന്നത് അതിൻ്റെ ഓണർ എന്ന് കരുതുന്ന ആ ഒരു സൊസൈറ്റിയാണ് ഓരോ ജനറൽ ബോഡിയിലും വെക്കണം കേട്ടോ. ഓക്കെ, പിന്നെ പറയുന്നത് നോ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ ബി പ്രൊമോട്ടഡ് അണ്ടർ ദിസ് സെക്ഷൻ അല്ലെങ്കിൽ ഓണർ 2023 ശേഷം എന്തില്ല, സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല. എന്നാൽ എക്സിസ്റ്റിംഗ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ബിഫോർ അതിന് മുമ്പേ ഉണ്ടെങ്കിൽ എന്തില്ല, അതിന് ഷോൾ കണ്ടിന്യൂ ഇറ്റ്സ് ഓപ്പറേഷൻ സബ്ജക്റ്റ് ടു ഫോർഗോയിങ് പ്രൊവിഷൻസ് വെച്ചിട്ട് 1, 2, 3 ആൻഡ് ഇൻ ദ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് പറഞ്ഞിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഏത് ആക്ടിന് ശേഷമാണ് ഈ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നത് നിർത്തിയത്? ഏത് അമെൻമെൻറ്റ് ആക്റ്റാണ്? 2023 അമെൻമെൻറ്റ് ആക്ട് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രൊവിഷൻ എന്ത് ചെയ്തത്, കൺട്രോൾ ചെയ്തത് കേട്ടോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ, ഷാൾ ബി പ്രൊമോട്ടഡ് അണ്ടർ ദിസ് സെക്ഷൻ ഓൺ ഓർ ആഫ്റ്റർ കേട്ടോ. നോ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ ബി പ്രൊമോട്ടഡ് അണ്ടർ ദിസ് ആക്ഷൻ ഓൺ ഓർ ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2023 കേട്ടോ. അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്യാം. അത് വളരെ നമ്മുടെ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 12. ദി കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ സെൻഡ് എ റിപ്പോർട്ട് ഓഫ് ആക്ഷൻ ടേക്കൺ ടുവാർഡ്സ് ദ ഡിഫക്ട്സ് ആൻഡ് ഇറഗുലറിറ്റീസ് പോയിൻ്റ് ഔട്ട് ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട് ടു ദ ഡാഷ് വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ്. അതായത് കമ്മിറ്റി, സഹകരണ സൊസൈറ്റിയിൽ സഹകരണ സംഘങ്ങളിലെ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സെൻഡ് ചെയ്യും. എന്ത് റിപ്പോർട്ടാണ് സെൻഡ് ചെയ്യുന്നത്? അതായത് അവർക്ക് ഓഡിറ്റ് റിപ്പോർട്ടിൽ കിട്ടുന്ന ഡിഫക്ട്സും ഇറഗുലാരിറ്റീസും എല്ലാം പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടാവുമല്ലോ, അതിനെതിരെ അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ആക്ഷനാണ് മുന്നോട്ടെടുത്തിട്ടുള്ളത് എന്ന് തെളിയിക്കുന്ന ആ ഒരു റിപ്പോർട്ട് ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? വിത്തിൻ 15 days ആണ് പറഞ്ഞത്. 15 ദിവസത്തിനകമാണ് ഫ്രം ദ ഡേറ്റ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ് കൂടി അവരത് അത് എന്നാണോ അവർ അതിന് ആക്ഷൻ ടേക്കൺ ഫോർവേഡ് ചെയ്തത്
ആ ഒരു ദിവസത്തിനുള്ളിൽ 15 ദിവസത്തിനകം എന്ത് ചെയ്യണം, ആരെ അറിയിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. അമെൻമെൻറ്റിൻ്റെ ഭാഗത്ത്, പുതിയ അമെൻമെൻറ്റിൻ്റെ ഭാഗത്ത് പറയുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് സബ്സെക്ഷൻ 9 പറയുന്നത്, ഇഫ് ദ റിസൾട്ട് ഓഫ് ദ ഓഡിറ്റ് ഹെൽഡ് അണ്ടർ ദിസ് സെക്ഷൻ ഡിസ്ക്ലോസസ് എനി ഡിഫക്റ്റ്, എന്തെങ്കിലും ഡിഫക്റ്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡിഫക്റ്റ് കണ്ടെത്തിയിട്ടുണ്ടാവുക, വർക്കിംഗ് ഓഫ് ദ സൊസൈറ്റി അല്ലേ. ദ കമ്മിറ്റി ഷോൾ ടേക്ക് സ്റ്റെപ്സ് ടു റെക്ടിഫൈ ചെയ്ത്, അതായത് ഡിഫക്ട്സും ഇറഗുലാരിറ്റീസും പോയിൻ്റ് ഔട്ട് ചെയ്ത് അതിനെതിരെ അത് മറികടക്കാൻ അവർ എന്തെല്ലാം വസ്തുതകൾ ചെയ്തു എന്ന് അത് ഓഡിറ്റ് റിപ്പോർട്ട് അലോങ് വിത്ത് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് അടക്കം ജനറൽ ബോഡി മുമ്പാകെ വെക്കണം. ടു ബി ഹെൽഡ് എവറി ഇയർ, എല്ലാ വർഷവും വെക്കണം കേട്ടോ. എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്തൊക്കെ ഡിഫക്ട്സ് ആൻഡ് ഇറഗുലാരിറ്റീസ് ഉണ്ട് എന്നുള്ളത് ആദ്യം ചെയ്യണം. എന്നിട്ട് ദ കമ്മിറ്റി ഷോൾ കണ്ടിന്യൂ ടു ടേക്ക് സ്റ്റെപ്സ് ഫോർ റെക്ടിഫിക്കേഷൻ ഓഫ് ഓൾ ദീസ് ഡിഫക്ട്സ് ആൻഡ് ഇറഗുലാരിറ്റീസ്, അതായത് അവർ തുടർന്നുകൊണ്ടിരിക്കണം, സ്റ്റെപ്പുകൾ എടുക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കണം. കാരണം ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഭാവിയിൽ സംഭവിക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് അതുമാത്രമല്ല, ഇപ്പോൾ സംഭവിച്ചതിന് എന്ത് ചെയ്യണം, അത് നികത്തും വേണം. അപ്പോൾ അതിനു വേണ്ടി ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയണത്. ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട് അൺടിൽ ഓൾ ദ ഡിഫക്ട്സ് ആൻഡ് ഇറഗുലാരിറ്റീസ് ആർ റെക്ടിഫൈഡ്, ഏതുവരെ പരിശ്രമിക്കണം അവർ, അല്ലെങ്കിൽ ഏതുവരെ അവർ പണിയെടുക്കണം, ആ എല്ലാ ഡിഫക്റ്റുകളും ഇറഗുലാരിറ്റീസും റെക്ടിഫൈ ചെയ്യുന്നത് വരെ കേട്ടോ. അത് എല്ലാ പോരായ്മകൾ പരിഹരിക്കപ്പെടുന്നത് വരെ അവർ ഓരോ ജനറൽ ബോഡി കൂടുമ്പോഴും അതിൽ അവതരിപ്പിക്കുക മാത്രമല്ല, ഇന്ന ഇറഗുലാരിറ്റീസ് ഉണ്ടായിരുന്നു, ഡിഫക്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അപ്പോൾ ഇന്ന സംഭവങ്ങളാണ് നമ്മൾ അതിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്ന് അവതരിപ്പിക്കണം ആദ്യം. അത് അവതരിപ്പിച്ച ശേഷം ആ റിപ്പോർട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ സമർപ്പിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആർക്ക് സമർപ്പിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർക്കാണ് സമർപ്പിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദ കമ്മിറ്റി ഷോൾ സെൻഡ് എ റിപ്പോർട്ട് ഓഫ് ആക്ഷൻ ടേക്കൺ ടു ദ DCA ആൻഡ് ടു ദ രജിസ്ട്രാർ. 2 അതോറിറ്റിക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ആർക്കൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്, രജിസ്ട്രാർക്കും സബ്മിറ്റ് ചെയ്യണം, പിന്നെ അതുപോലെ ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, DCAക്ക് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തിൻ 15 days. അപ്പോൾ ചിലപ്പോൾ ഇനി വേറെ വല്ല ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ 15 days ആവും ചോദിക്കുക. അപ്പോൾ ആ ഒരു 15 days കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചിലപ്പോൾ 15 days ആവും ചോദിക്കുക. അങ്ങനെ 15 days ചോദിച്ചാലും നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ സെക്ഷൻ 64 ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. സെക്ഷൻ 64 എന്താണ്, സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദ DCA ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ് എന്ന് പറഞ്ഞ ഭാഗത്താണ് സെക്ഷൻ 64. സെക്ഷൻ 63 എന്താണ്, DCA ആണ്. സെക്ഷൻ 64 സ്കോപ്പ് ഓഫ് ഓഡിറ്റ് തുടങ്ങുന്ന ഭാഗമാണ്. അപ്പോൾ അതിൽ 9ാമത്തെ സബ്സെക്ഷൻ ആയിട്ടാണ് ഇത്രയും പോയിന്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. DCAക്കും അതുപോലെ തന്നെ രജിസ്ട്രാറിനും വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ജനറൽ ബോഡി മീറ്റിംഗ്, ഈ ജനറൽ ബോഡി മീറ്റിംഗ് കൂടി 15 ദിവസത്തിനകം ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി പ്ലഡ്ജഡ് ആസ് എ സെക്യൂരിറ്റി ടു എ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്ലഡ്ജ് ചെയ്തിട്ടുള്ളത് എന്താണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് കേട്ടോ. സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ എമൗണ്ട് ബിലോ ₹10 lakh വാല്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരാണ് വാല്യൂ ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ബിലോ 10 lakh. ബിലോ 10 lakh ആകുമ്പം ആരാണ് വാല്യൂ ചെയ്യുക, ആൻ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റിയാണ് വാല്യൂ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, an officer authorized by the committee of the society, the valuation of immovable property to be pledged as a security to a cooperative society towards a loan amount below ₹10 lakh ആണെങ്കിൽ വാല്യൂ ചെയ്യേണ്ടത് an officer authorized by the committee of the society ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, dash is the competent authority for appeal against an order passed by the arbitrator under section 70 of the KCS Act കേട്ടോ. അതായത് ആരാണ് കോമ്പിറ്റൻ്റ് അതോറിറ്റി, ആരുടെ അപ്പീലിനെതിരെ ഒരു ഓർഡർ ആർബിട്രേറ്റർ പാസ്സാക്കിയെന്ന് വിചാരിക്കുക. ഓക്കെ, ആർബിട്രേറ്റർ പാസ്സാക്കിയ ഒരു ഓർഡറിന്മേൽ ആർക്കാണ് അപ്പീൽ കൊടുക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ആർക്കാണ് അപ്പീൽ കൊടുക്കുക, ആർബിട്രേറ്റർ പാസ്സാക്കിയതിന് ആർക്ക് അപ്പീൽ കൊടുക്കും. അതിന് മേലെയുള്ള അധികാരി എന്ന് പറഞ്ഞാൽ ആരാണ്, ട്രിബ്യൂണലാണ് കേട്ടോ. അപ്പോൾ ട്രിബ്യൂണലിനാണ് ആർബിട്രേറ്റർ ഒരു ഉത്തരവ് പാസ്സാക്കി. ആ ഉത്തരവ് എന്താണ്, നമുക്ക് സൊസൈറ്റിക്കാണെങ്കിലും അവർക്കത് സ്വീകാര്യമല്ല എങ്കിൽ ആർക്ക് പരാതി കൊടുക്കാം, ട്രിബ്യൂണൽ പരാതി കൊടുക്കാം.
സെക്ഷൻ 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് ഓൺ ഡിസ്പ്യൂട്ടാണ്. ഡിസ്പ്യൂട്ടുകളിലെ തർക്കങ്ങളുമായി അവാർഡ് പ്രഖ്യാപിക്കുന്നത്, വിധി പ്രഖ്യാപിക്കുന്നത്, തർക്കങ്ങളിലെ വിധി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് സെക്ഷൻ 70 വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി രജിസ്ട്രാറിനും കൊടുക്കും, അതുപോലെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനും കൊടുക്കും അല്ലേ. കോപ്പറേറ്റീവ് ആർബിട്രേഷനും കൊടുക്കും, രജിസ്ട്രാറിനും കൊടുക്കും. അപ്പോൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് കൊടുക്കുന്നത് നോൺ മോണിറ്ററി കേസസ് ആണ്, പിന്നെ മോണിറ്ററി കേസസ് കൊടുക്കുന്നത് RCS ആണ്. അപ്പോൾ RCS ഒരു ആർബിട്രേറ്റർ വെച്ച് ആ ആർബിട്രേറ്റർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും. അതിനെതിരെ അപ്പീൽ കൊടുക്കുന്നത് എവിടെയാണ്? ട്രിബ്യൂണലിലാണ്. അതാണ് ഇപ്പോൾ ഈ ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 82 അപ്പീൽസ് ടു ട്രിബ്യൂണൽ എന്ന് പറഞ്ഞ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഏതൊക്കെ കേസസിലാണ് ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കേണ്ടത്. പിന്നെ മറ്റ് 83 പറയുന്നത് എന്താ? അപ്പീൽസ് ടു അതർ അതോറിറ്റീസ് ആണ് അല്ലേ, ഗവൺമെൻറ്റും മറ്റേ അതോറിറ്റിയുടെ കാര്യമാണ്. അതായത് അപ്പീൽസ് ടു ട്രിബ്യൂണൽ ഒരു പേഴ്സൺ അഗ്രീവ്ഡ് ബൈ ഒരു ക്ലോസ് പറയുന്നത് ആൻ അവാർഡ് ഓഫ് ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അണ്ടർ സെക്ഷൻ 71 പ്രകാരം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൽ നിന്ന് കിട്ടുന്ന വിധികളിൽ ആർക്ക് അപ്പീൽ കൊടുക്കാം? ട്രിബ്യൂണലിന് കൊടുക്കാം. അപ്പോൾ അതൊരു പോയിൻ്റാണ്. 70-1 കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് കൊടുക്കുന്ന വിധിയാണ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് നോൺ മോണിറ്ററി കേസസ് ആണ് ഏറ്റെടുക്കുക. അപ്പോൾ അതിന്മേൽ ഒരു വിധി കിട്ടി അല്ലെങ്കിൽ അവാർഡ് കിട്ടി. ആ അവാർഡിനെതിരെ എവിടെ അപ്പീൽ പോകണം? ട്രിബ്യൂണലിൽ അപ്പീൽ പോകാം. പിന്നെ രണ്ടാമത്തെ B ക്ലോസ് പറയുന്നത് ആൻ ഓർഡർ ഓഫ് രജിസ്ട്രാർ മെയ്ഡ് അണ്ടർ സെക്ഷൻ 2 ഓഫ് സബ്സെക്ഷൻ 8 ആൻഡ് ക്ലോസ് 2 ഓഫ് സബ്സെക്ഷൻ 9. സെക്ഷൻ 14 പറയുന്നത്. സെക്ഷൻ 14 എന്താണ്? അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഡിവിഷൻ ഓഫ് സൊസൈറ്റിയാണ് സെക്ഷൻ 14. സെക്ഷൻ 14 8-2, 9-2 ക്ലോസുകളിൽ ഓർഡറുകളിലും രജിസ്ട്രാറാണ് ആ ഓർഡർ പുറപ്പെടുവിക്കുക. ആ ഓർഡറിന്മേലും അപ്പീൽ ആർക്ക് കൊടുക്കാം? ട്രിബ്യൂണലിന് കൊടുക്കാം. പിന്നെ പറഞ്ഞിട്ടുള്ളത് 70-6 അതും രജിസ്ട്രാർ എടുക്കുന്ന ഡിസിഷനാണ് 70-6. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ആർബിട്രേറ്ററാണ് വയ്ക്കുക. 70-6 പ്രകാരം വിധി പാസ്സാക്കുന്നത് രജിസ്ട്രാർ നിയമിക്കുന്ന ആർബിട്രേറ്ററാണ്. ആർബിട്രേറ്ററിൻ്റെ അവാർഡിന്മേലും എന്ത് ചെയ്യാം? ട്രിബ്യൂണലിന് അപ്പീൽ പോകാം. അപ്പോൾ അതാണ് ഇവിടെ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ 70-6 അതും മതി. 70-6 വിധി പ്രഖ്യാപിക്കുന്നത് ആരാണ്? ആർബിട്രേറ്ററാണ്. ടു ദ പേഴ്സൺ ഇൻവെസ്റ്റഡ് വിത്ത് പവേഴ്സ് ഇൻ ദാറ്റ് ബിഹാഫ് ബൈ ദ ഗവൺമെൻറ്. ആർക്കാണ് അപ്പീൽ കൊടുക്കുക? ട്രിബ്യൂണലിനാണ് അപ്പീൽ കൊടുക്കുക. എനി അവാർഡ് ഓഫ് ദ ആർബിട്രേറ്റർ അണ്ടർ സെക്ഷൻ 70-6 പ്രകാരം ആർബിട്രേറ്റർ ഒരു അവാർഡ് പ്രഖ്യാപിച്ച് വിത്തിൻ 60 ഡേയ്സിനകം, അതെ, വിത്തിൻ 60 ഡേയ്സിനകം ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ഡിസിഷൻ ഓർ അവാർഡിനാണ് അപ്പീൽ കൊടുക്കുക, ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തിൻ 60 ഡേയ്സ് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ. ഇത്തരത്തിൽ വിധി കിട്ടി 60 ദിവസത്തിനകം നമുക്ക് ട്രിബ്യൂണലിൽ പരാതി കൊടുക്കാം അല്ല അപ്പീൽ കൊടുക്കാവുന്നതാണെന്നാണ് പറഞ്ഞത്. ആൻഡ് ദ ട്രിബ്യൂണൽ മേ പാസ് സച്ച് ഓർഡേഴ്സ് ഓൺ അപ്പീൽ ആസ് ഇറ്റ് ഡീം ഫിറ്റ് ആണെങ്കിൽ അവരതിന്മേൽ എന്ത് ചെയ്യും? നടപടിയെടുക്കും. The tribunal shall pass an order under subsection 1 within 6 months with direction to communicate the copies thereof within 15 days to the parties എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ട്രിബ്യൂണൽ ഇത്തരത്തിൽ സബ്സെക്ഷൻ 1 പ്രകാരം സബ്സെക്ഷൻ 1 പറഞ്ഞിട്ടുള്ള എല്ലാ കേസുകളിന്മേലും 6 months വിത്ത് ഡയറക്ഷൻ ടു കമ്മ്യൂണിക്കേറ്റ് കോപ്പീസ് 15 ദിവസത്തിനകം അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ട്. അതായത് ഈ ഒന്നിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കേസുകളിലും 6 മാസത്തിനകം എന്ത് ചെയ്യണം? ഒരു ഓർഡർ പാസ്സാക്കണം. ഓക്കെ, 6 മാസത്തിനകമാണ് ഈ ഒരു കേസിലെല്ലാം സബ്സെക്ഷൻ 1 പറഞ്ഞിട്ടുള്ള എല്ലാ കേസിന്മേലും 6 മാസത്തിനകം വിത്തിൻ 6 ഇത് കിട്ടി 6 മാസത്തിനകം ട്രിബ്യൂണൽ ഒരു ഓർഡർ പാസ്സാക്കുകയും അത് ആരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ആ പാർട്ടികളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ദിവസം എത്രയാണ്? വിത്തിൻ 15 days ആണ്. 15 ദിവസത്തിനകം അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം. ഈ ഒരു സബ്സെക്ഷൻ 1 പറഞ്ഞിട്ടുള്ള ഈ എല്ലാ കേസുകളിലും ട്രിബ്യൂണലിൻ്റെ ഓർഡറാണ് ഷാൾ ബി ഫൈനലായിട്ട് വരിക കേട്ടോ. ഫൈനലായിട്ട് പരിഗണിക്കുക ആരുടെ ഓർഡറാണ്? ട്രിബ്യൂണലിൻ്റെ ഓർഡറാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 6 months, അതുപോലെ 15 ദിവസം ഓർക്കുക. പിന്നെ മേലെ പറഞ്ഞ് 60 ഡേയ്സിനകം ആർബിട്രേറ്ററുടെ അവാർഡ് മേലെ അത് അവർ കൊടുക്കേണ്ടതാണ്. അപ്പീൽ കൊടുക്കേണ്ട കാലാവധിയാണ് ട്രിബ്യൂണലിന് 60 ദിവസത്തിനകം കേട്ടോ. ഓക്കെ, സെക്ഷൻ 83 അപ്പീൽസ് ടു അതർ അതോറിറ്റീസ് ആണ്. അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ട്രിബ്യൂണലാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോ അതോറിറ്റി ഓർ കമ്മീഷൻ അതർ ദാൻ
the dash shall have the power to write off the agricultural or non-agricultural debts of borrowers of any cooperative society. അതായത് ഈ പറഞ്ഞിട്ടുള്ള അതോറിറ്റിക്കല്ലാതെ മറ്റൊരു കമ്മീഷനോ അതോറിറ്റിക്കോ അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ഡെപ്റ്റ്സ് കടങ്ങൾ എഴുതി തള്ളാനുള്ള അവകാശമില്ല കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ. ആർക്കാണ് അപ്പോൾ അതിന് അവകാശമുള്ളതെന്ന് വെച്ചാൽ സെക്ഷൻ 74F കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ഓഫ് ലോൺസിനെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ ആർക്കാണ് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ നോ അതോറിറ്റി, അതേ സെൻറ്റൻസാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അതർ ദാൻ ദ ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഈ സെൻറ്റൻസ് വായിച്ച് നോക്കൂ, ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ അങ്ങനെ തന്നെയല്ലേ വന്നിരിക്കണത്, അതുതന്നെയാണ് വരിക കേട്ടോ. ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ ആണ് ഇവിടെ, രജിസ്ട്രാർ ഓർ ഗവൺമെൻറ് എന്നാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്, അതാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. രജിസ്ട്രാറിനോ ഗവൺമെൻറ്റിനോ ആണ് ഷോൾ ഹാവ് ദ പവർ ടു റൈറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ഓർ നോൺ അഗ്രികൾച്ചറൽ ഡെറ്റ്സ് ഓഫ് ബോറോവേഴ്സ് ഓഫ് എനി സൊസൈറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 15 ക്വസ്റ്റ്യനായി. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 15 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 74F ആണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, റൈറ്റ് ഓഫ് ലോൺസ് എന്നതിനെ കുറിച്ചിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ ഇത് കൊടുക്കാം, നിങ്ങൾ നന്നായി ശ്രദ്ധാപൂർവ്വം വായിച്ച് പഠിക്കുക കേട്ടോ. ആരെങ്കിലും ഗ്രൂപ്പിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ചേരണമെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.